ഓക്കെ. സോ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും ക്രിസ്റ്റലിന്റെ ഈ ഒരു സ്പെഷ്യൽ വെബിനാറിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഓൾറെഡി അതിന്റെ ഒരു അനൗൺസ്മെന്റും കാര്യങ്ങളും കിട്ടിയതുപോലെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ന് ഓഗസ്റ്റ് 15 സോഷ്യൽ സയൻസ് പഠിക്കുന്ന നമുക്ക് പ്രത്യേകം കമ്മിറ്റ്മെന്റ് ഉണ്ട് ബിയോണ്ട് ദ നോർമൽ സബ്ജക്ട്സ് അല്ലെ. കാരണം നമ്മൾ പഠിക്കുന്നത് സോഷ്യലി ഉള്ള ഒരു സയൻസ് സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ രാജ്യത്തിന്റെ ഒരു പ്രവർത്തനങ്ങളും ചരിത്രങ്ങളും ഒക്കെ അറിയുന്ന ആൾക്കാരാണ്. So based on that, wish you all the best as well as happy Independence Day. രാജ്യത്തിന്റെ 78ാമത്തെ ഒരു ഇൻഡിപെൻഡൻസ് ഡേ വിഷസ് നിങ്ങളെ അറിയിക്കുകയാണ്. ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി 78th ഇൻഡിപെൻഡൻസ് ഡേയുടെ കൂടെ തന്നെ ക്രിസ്റ്റലിന്റെ 3rd ആനിവേഴ്സറി കൂടിയാണെന്ന്. ക്രിസ്റ്റൽ 3 വർഷങ്ങൾക്ക് മുന്നാണ് ഈ ഒരു ഓഗസ്റ്റ് 15 നമ്മുടെ ക്രിസ്റ്റലിന്റെ ആദ്യത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അന്ന് ഒരു സിവിൽ സർവീസ് ഫൗണ്ടേഷൻ പ്രോഗ്രാം ആയിട്ടാണ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്, എ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇവന്റ്. അപ്പോൾ 3 വർഷങ്ങൾക്ക് മുന്നേ ആരംഭിച്ചിട്ടുണ്ടായിരുന്ന ക്രിസ്റ്റലിന്റെ 3rd ആനിവേഴ്സറി കൂടിയാണ് ഇന്ന്. ഈ 2 സന്തോഷ വാർത്തകൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കേരള HSA എന്ന് പറയുന്ന ഹൈസ്കൂൾ അസിസ്റ്റന്റ് ടീച്ചർമാരാകാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തിട്ട് ഞാൻ സെഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഗീവ് മി എ ചാറ്റ് റെസ്പോൺസ്. നിങ്ങൾ ഓൾ സെറ്റ്, ഓൾ റെഡി അല്ലേ? നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് സിലബസ് ഒന്ന് വിശകലനം ചെയ്യാണ്. എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ളതിന്റെ ഒരു ഔട്ട്ലൈൻ. കാരണം പലപ്പോഴും നിങ്ങളുടെ ഗ്രാജുവേഷൻ സബ്ജക്റ്റിൽ നല്ല കഴിവുള്ളവരായിരിക്കാം, BEd പഠിച്ചത് കൊണ്ട് അതിൽ കഴിവുള്ളവരായിരിക്കാം. പക്ഷെ അതേ സമയത്ത് നമുക്ക് കഴിവില്ലാത്ത സബ്ജക്റ്റുകൾ സോഷ്യൽ സയൻസിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഹിസ്റ്ററി പഠിച്ചിട്ടുള്ള നിങ്ങൾക്ക് ജോഗ്രഫിയും ഇക്കണോമിക്സും പൊളിറ്റിക്കൽ സയൻസും ഒരു പക്ഷെ ബുദ്ധിമുട്ടായിട്ട് വന്നേക്കാം. സിമിലർലി പൊളിറ്റിക്കൽ സയൻസ് എടുത്തിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഹിസ്റ്ററിയും ഇക്കണോമിക്സും കോംപ്ലിമെന്ററി സബ്ജക്റ്റ് ആയിട്ട് ഒരു പക്ഷെ വന്നിട്ടുണ്ടെങ്കിൽ പോലും അതല്ല ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ പെർസ്പെക്റ്റീവിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. സോ ഗായ്സ്, ആർ യു ഓൾ സെറ്റ്? സെറ്റാണോ? യെസ്, ഫൈൻ. ഓക്കെ. അപ്പൊ നിങ്ങൾ ഫുൾ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാനും സെറ്റാണ്, നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് കേരള HSAയുടെ സിലബസ് ഡിസ്കഷൻ ആണ്. കൂട്ടത്തില് ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് HSA സോഷ്യൽ സയൻസിന്റെ ക്രിസ്റ്റലിന്റെ പുതിയ ബാച്ചിന്റെ ഒരു അനൗൺസ്മെന്റ്, സ്പെഷ്യൽ ഒരു അനൗൺസ്മെന്റ് നടത്തുന്നുണ്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി സെഷൻ. അപ്പൊ അതുവരെ വെയിറ്റ് ചെയ്യുക. ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ HSA പ്രിപ്പറേഷനിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് കാണാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയാൻ കാരണം, ഇന്ന് നിങ്ങൾ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പോവാണ്. ഈ സിലബസും കാര്യങ്ങളും നിങ്ങൾ എത്രമാത്രം ഗ്രഹിക്കുന്നുണ്ടോ, ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുന്നുണ്ടോ, ദർ ഇസ് യുവർ പ്രിപ്പറേഷൻ. എന്നാലേ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഭംഗിയായിട്ട് നടക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യം തന്നെ ഓഫ്ലൈൻ എക്സാമിനേഷൻ 100 മാർക്കിനായിരിക്കും വരുന്നത്. ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇതിന്റെ ഒരു ബ്രീഫ് ഡിസ്കഷൻ നമ്മൾ നടത്തിയതാണ്. പക്ഷെ ഇന്നത്തെ സെഷൻ തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നു. 100 മാർക്കിന്റെ ഓഫ്ലൈൻ എക്സാമിനേഷൻ 1 മണിക്കൂർ 15 മിനിറ്റ്. അതിൽ നെഗറ്റീവ് മാർക്സ് വരുന്നുണ്ട്, 0.33 നെഗറ്റീവ് മാർക്സ് വരുന്നുണ്ട്. 2 പേപ്പറാണുള്ളത്, പാർട്ട് A എന്ന് പറയുന്നതും പാർട്ട് B എന്ന് പറയുന്നതും. പാർട്ട് Aയിൽ 20 മാർക്സിനും അതേസമയത്ത് പാർട്ട് B എന്ന് പറയുന്ന നിങ്ങളുടെ സോഷ്യൽ സയൻസിൽ 80 മാർക്കിനാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. ഡിഗ്രിയും BEdും കേട്ടിട്ടുള്ളവർക്കാണ് HSAയിൽ അപ്പിയർ ചെയ്യാനും പറ്റിയ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. ഇത് ഞാൻ ഇപ്പോൾ ഡിസ്കഷൻ വെക്കുന്നില്ല. ഏകദേശം ഇതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന ഡിസംബറിലോ അല്ലെങ്കിൽ 2025 തുടക്കത്തിലോ വന്നേക്കാം. അപ്പൊ വന്നിട്ട് പഠിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാകും. അങ്ങനെയല്ല ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് പഠിക്കേണ്ടത്. ബിക്കോസ് ഓൾറെഡി കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഓൾവേസ് കോമ്പറ്റീഷൻ ആണ്. നിങ്ങളിപ്പോ ഇത്രയും പേര് ഇന്നത്തെ ലൈവ് സെഷനിൽ വന്നിരിക്കുന്നത് പോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഓൾറെഡി പ്രിപ്പറേഷൻ തുടങ്ങിയവരുണ്ട്. അപ്പൊ എത്ര നേരത്തെ ആര് പഠിച്ചു തുടങ്ങുന്നോ, എത്രമാത്രം അവർ ഓൾ സെറ്റ് ആണോ, അതിനനുസരിച്ചിരിക്കും അവരുടെ എക്സാമിനേഷന്റെ മാർക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് എന്ന് പറയുന്നത്. അതിനോട് ഞാൻ കൂടുതൽ പറയാതെ തന്നെ നിങ്ങളുടെ ബുദ്ധിയിൽ നിങ്ങൾക്ക് ഉദിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഈ ഓഗസ്റ്റ് 15 ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. കഴിഞ്ഞ കൊല്ലം ഇതേ സമയത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് HSSTയുടെ ഒരു ഇവന്റ് ആണ്. ഹൈസ്കൂൾ ടീച്ചറുമായി, ഹയർ സെക്കൻഡറി ടീച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹിസ്റ്ററിയുടെ ഒരു കോഴ്സ്. അതിന്റെ എക്സാമിനേഷൻ ഇപ്പോൾ റീസെന്റ് കഴിയുകയും ചെയ്തു. ഓക്കെ, അപ്പോ ഇപ്രാവശ്യം നമ്മൾ HSAയുടെ ഒരു കോഴ്സ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ദ കോഴ്സ് ആൻഡ് ഡീറ്റെയിൽസ് ലേറ്റർ. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ HSAക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണോ സോഷ്യൽ സയൻസിൽ, നിങ്ങൾ ഈ സിലബസിനെ സിമ്പിൾ ആയിട്ട് കാണരുത്. ഒരു പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പല ടോപ്പിക്കുകളും. ഞാനൊരു ഉദാഹരണം പറയാം. ഹിസ്റ്ററിയുടെ പോർഷൻ എത്തുന്ന സമയത്ത് ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാലോ എന്ന് ഹിസ്റ്ററിയുടെ പിള്ളേരുടെ മനസ്സിൽ തോട്ട് വരും. പക്ഷെ എക്സാമിനേഷന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് സംതിങ് ഡിഫറെന്റ് ആയിരിക്കും. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ PYQs നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്.
നിങ്ങൾ ക്രിസ്റ്റലിന്റെ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ ഹിസ്റ്ററിയുടെ PYQs നമ്മുടെ ഒരു ടീച്ചറുടെ ഒരു സെഷൻ ഉണ്ട്. അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഹിസ്റ്ററി എന്ന് ചോദിക്കുന്നത് എന്നുള്ളത്. നാളെ വേൾഡ് ഹിസ്റ്ററിയുടെ ഇത് വരുന്നുണ്ട്. പിന്നീട് അതുപോലെ ഓരോ സബ്ജക്റ്റിന്റെയും പതിയെ പതിയെ നമ്മുടെ യൂട്യൂബിൽ ഡിസ്കഷൻസ് വരും. ഓക്കെ, അപ്പൊ നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യാനും ശ്രമിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് അറിയും എന്ന് പറയുന്ന നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു തോട്ട് ഉണ്ട്. അത് ആക്ച്വലി നമുക്ക് ചിലപ്പോഴൊക്കെ അപകടമാണ്. പ്രിപ്പറേഷനിൽ അതെനിക്ക് അറിയാലോ എന്ന് പറയുന്ന ഒരു അപകടം പലപ്പോഴും ഒരു പ്രിപ്പറേഷനിൽ ഒളിഞ്ഞു കിടക്കാറുണ്ട്. ആ അപകടം ഒരിക്കലും നിങ്ങളെ ബാധിക്കാൻ പാടില്ല. അതുകൊണ്ട് ഓരോ സിലബസിന്റെയും റെലവൻസ് ഞാൻ കുറഞ്ഞ സമയം കൊണ്ട് എത്രയും പെട്ടെന്ന് പറഞ്ഞുതരാൻ പറ്റുന്നതൊക്കെ പറഞ്ഞുതരാൻ വേണ്ടി ശ്രമിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അറ്റ് ദി എൻഡ് ഓഫ് ദി സെഷനോ അല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ടോ ചാറ്റ് ചെയ്തിട്ടോ ഒന്ന് ചോദിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ സിലബസ് ഡിസ്കഷനിലോട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോളൂ. നിങ്ങൾ മറ്റുള്ള ആക്ടിവിറ്റീസിലൊക്കെ ഒന്ന് മാറി നിന്നിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കുക. കാരണം HS നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ ഫോർമോസ്റ്റ് തിങ് യു ഷുഡ് ഡു. നിങ്ങൾ ആരംഭിക്കുന്നത് ഇത് വെച്ചിട്ടാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്, നമുക്ക് സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന ഈ HSCയുടെ കറന്റ് നമുക്ക് PSCയുടെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്ന സിലബസിൽ പാർട്ട് A ഉണ്ട്, പാർട്ട് B ഉണ്ട്. പാർട്ട് A എന്ന് പറയുന്നത് ജനറൽ പേപ്പർ ആണ്. അതിൽ റിനേഴ്സ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ് ഉണ്ട്, ജനറൽ നോളജ് ഉണ്ട്, കറണ്ട് അഫയേഴ്സ് ഉണ്ട്, മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്റ്റ് ഉണ്ട്. ഇതിൽ 1ഉം 2ഉം ഉണ്ടല്ലോ. മൊഡ്യൂൾ 1 and 2 എന്ന് പറയുന്നത്, ജസ്റ്റ് ലിസൺ വെരി കെയർഫുള്ളി. നിങ്ങൾക്ക് റെനൈസ എന്ന് പറയുന്ന ഒരു ടോപ്പിക്, ഫ്രീഡം മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്, ഇത് നിങ്ങൾക്ക് റിനൈസ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇത് വേൾഡ് റിനൈസ ആണോ എന്ന് പറഞ്ഞിട്ടില്ല, ഇന്ത്യൻ റിനൈസ ആണോ പറഞ്ഞിട്ടില്ല, കേരള പറഞ്ഞിട്ടില്ല. പക്ഷെ വേൾഡ് റിനൈസൻസും കേരള റിനൈസൻസും നിങ്ങളുടെ സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന സിലബസിന്റെ പാർട്ട് ബിയിൽ കിടപ്പുണ്ട്. സിലബസ് നമുക്ക് മനസ്സിലാവും. അപ്പൊ അവിടെ ഇന്ത്യൻ റിനൈസ മാത്രം ഒന്ന് സ്പെസിഫിക്കലി പഠിച്ചാൽ മതി. അത് നമ്മുടെ ക്ലാസ് റൂമിൽ നമ്മൾ കവറപ്പ് ചെയ്യുകയും ചെയ്യും. ഫ്രീഡം മൂവ്മെന്റും അങ്ങനെ തന്നെയാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഇന്ത്യൻ ഫ്രീഡം മൂവ്മെന്റിന് കുറച്ചുകൂടെ സിഗ്നിഫിക്കൻസ് കൊടുക്കുക. കാരണം കേരളത്തിൽ ഓൾറെഡി സിലബസിന്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഓൾറെഡി ഈ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് യഥാർത്ഥത്തില് സോഷ്യൽ സയൻസ് HSAയിൽ വരുന്ന കുട്ടികൾക്ക് അഡ്വാൻറ്റേജ് ആണ്. കാരണം എന്താ, നിങ്ങളുടെ പാർട്ട് ബിയിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഇനി മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് എന്താണ്? ജനറൽ നോളജ് എന്ന് പറയുന്നത് GK ആണ്. വാട്ട് ഈസ് GK ഫോർ എനി പെർട്ടിക്കുലർ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ? ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം GK എന്ന് പറയുന്നത് എന്താണ്? GK എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ആ രാജ്യത്തിന്റെ അല്ലെങ്കിൽ നാടിന്റെ ഹിസ്റ്ററി പഠിക്കുക, ജോഗ്രഫി പഠിക്കുക, പൊളിറ്റി പഠിക്കുക, ഇക്കണോമി പഠിക്കുക. എക്കണോമിക്സ് അല്ല, ഇക്കണോമി പഠിക്കുക. കാരണം അവിടെ തന്നെ ഡിഫറൻസ് ഉണ്ട്. ഇക്കണോമിയാണ് പഠിക്കേണ്ടത്, ഇക്കണോമിക്സ് അല്ല. ഇതിനാണ് GK എന്ന് വിളിക്കുന്നത്. ഇത് നിങ്ങളുടെ സിലബസിൽ ഉള്ളതാ. അതുകൊണ്ട് ഞാൻ അന്നത്തെ ഒരു HSCയുടെ സിലബസ് ബ്രീഫിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് യൂട്യൂബിൽ നടത്തിയ വീഡിയോയിലും ഞാൻ ഈ കാര്യം വളരെ സിമ്പിൾ ആയിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോഷ്യൽ സയൻസ് പഠിക്കുന്ന ആൾക്കാർക്ക് മൊഡ്യൂൾ 1ഉം മൊഡ്യൂൾ 2ഉം ആസ് സിമ്പിൾ ആസ് ഇറ്റ് ഈസ് എന്താണ്, ഇന്റഗ്രേറ്റഡ് ആണ്. അതുകൊണ്ട് ഇത് നിങ്ങളുടെ പാർട്ട് ബിയുടെ സിലബസിൽ ഡീറ്റെയിൽ ആയിട്ട് കവറപ്പ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ ഇവിടെ അതിന് എഫേർട്ട് കൊടുക്കേണ്ടതില്ല. ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. പക്ഷെ ഈ മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്റ്റിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കേണ്ടിയിരിക്കുന്നു. ടോട്ടലി അങ്ങനെ പാർട്ട് എയിൽ നിന്ന് നിങ്ങൾക്ക് 20 ചോദ്യങ്ങൾ ചോദിക്കും, 20 ക്വസ്റ്റ്യൻസ്, ആൻഡ് ഓൾ 20 ക്വസ്റ്റ്യൻസ് വിൽ ബി ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരിക്കും ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു പാർട്ടും കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിൽ പഠിക്കാൻ വേണ്ടി പറ്റണം. അതേ സമയത്ത് പാർട്ട് ബിയിലുള്ള കോണ്ടന്റുകൾ എന്ന് പറയുന്നത് അത് മലയാളത്തിലായിരിക്കും പരീക്ഷയ്ക്ക് നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പൊ ഇതാണ് ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് എന്നുള്ളത്. ഈ പാർട്ട് എയുമായി ബന്ധപ്പെട്ടുള്ള ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഐ എം ജസ്റ്റ് ആസ്കിംഗ് ബേസിക്. ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ഡിസ്കഷനിലോട്ട് നമുക്ക് പോകണം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ പാർട്ട് എയിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റുകൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ബേസിക് ആയിട്ടുള്ള പോയിന്റുകൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഒന്ന് ചാറ്റ് ചെയ്താൽ മതി. കാരണം നമ്മൾ ഇപ്പൊ തന്നെ മനസ്സിലാക്കി പോവാണ്. നിങ്ങൾ അടുത്ത ഒരു മണിക്കൂർ സമയം ക്രിസ്റ്റലുമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രിസ്റ്റൽ ക്ലിയറിൽ നിങ്ങൾക്ക് ഇത് പഠിച്ചു പോകാൻ പറ്റണം. ഇങ്ങനെയൊക്കെയാണെന്നുള്ള വലിയ തിരിച്ചറിവുകൾ വേണം നമുക്ക് പ്രിപ്പറേഷനിൽ. ഫൈൻ, ഓൾ ഓഫ് ഗൈസ് ആർ ഗിവിംഗ് തംസ് അപ്പ്. ആൻഡ് യെസ്, താങ്ക് യു. ഓക്കെ, ഫൈൻ. ഇനി അതേ സമയത്ത് നമ്മൾ പാർട്ട് ബിയിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ നോക്കിക്കേ, ഇത്രയും ടോപ്പിക്സ്, അതായത് പാർട്ട് ബിയിൽ നിങ്ങൾക്ക് 8 ടോപ്പിക് പഠിക്കാനുണ്ട്. ഇതാണ് ഫസ്റ്റ് ലേണിംഗ്. പാർട്ട് ബിയിൽ നിങ്ങൾക്ക് 8 ടോപ്പിക് പഠിക്കാനുണ്ട്. ഈ 8 ടോപ്പിക് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. കാരണം ചിലതിന്റെ സിലബസ് വളരെ വാസ്റ്റാ. വേൾഡ് ഹിസ്റ്ററിയുടെ സിലബസ് നിങ്ങൾക്ക് ഓരോന്ന് വളരെ കൃത്യമായിട്ട് ഇന്നത്തെ സെഷനിലോട് പറഞ്ഞുതരാം. കൃത്യമായിട്ട് എല്ലാവരും ഇരിക്കുക, പഠിക്കുക. നിങ്ങൾ HSA എഴുതുന്നുണ്ടോ, ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ചെയ്യാൻ പാടുള്ളൂ. എവിടെയാണെങ്കിലും കോച്ചിങ് എടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളിത് ആനയുടെ വലുപ്പം അറിയാതെ ആനക്ക്
ആനയുടെ കൂടെ യാത്ര ചെയ്യുന്ന പോലെ ആയിരിക്കും. കടലിന്റെ വലിപ്പറിയാതെ നമ്മൾ തുഴയുന്നത് പോലെ ആയിരിക്കും. അങ്ങനത്തെ ഒരു സിസ്റ്റം വരാൻ പാടില്ല. വി ഷുഡ് നോ വാട്ട് ഓൾ തിങ്സ് വി ഷുഡ് ലേൺ. നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. അപ്പൊ വേൾഡ് ഹിസ്റ്ററി പഠിക്കാനുണ്ട്, ഇന്ത്യൻ കേരള ഹിസ്റ്ററി ഉണ്ട്, ഇക്കണോമിക്സ് തിയറിറ്റിക്കൽ പാർട്ട് ഉണ്ട്, ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്നതിന്റെ കറന്റ് ടോപ്പിക് ഉണ്ട്. ഇതിനെ കോണ്ടംപററി എന്ന് വിളിക്കുക. ഇത് സിവിൽ സർവീസിനൊക്കെ ഞങ്ങൾ ഒരുപാട് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ ഇക്കണോമി എന്ന് പറയുന്ന ഒരു ഏരിയ. ദെൻ പൊളിറ്റിക്കൽ സയൻസിന്റെ തിയറിറ്റിക്കൽ പാർട്ട് ഉണ്ട്, പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ തിങ്കേഴ്സ് എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ പൊളിറ്റിക്സിന്റെ കുറച്ച് ഭാഗങ്ങൾ കയറി വരുന്നുണ്ട്. ദെൻ ഫിസിക്കൽ ജോഗ്രഫി, ഹ്യൂമൻ ജോഗ്രഫി, റീജിയണൽ ജോഗ്രഫി. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ നിങ്ങൾക്ക് ഹിസ്റ്ററി ഉണ്ട്, ഇക്കണോമിക്സ് ഉണ്ട്, പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്, ജോഗ്രഫി ഉണ്ട്. ഈ 4 സബ്ജക്റ്റ് ആണ് ഉള്ളതെങ്കിലും ഇതിന്റെ സബ് ഡിവിഷൻസ് വെച്ച് നോക്കുന്ന സമയത്ത് വി ഹാവ് 8 ടോപ്പിക്സ് ടു കവർ. ഈ 8 ടോപ്പിക്കിൽ നിന്നാണ് എത്ര മാർക്കിന് ചോദിക്കാൻ വേണ്ടി പോകുന്നത്? 80 മാർക്സ് ചോദിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക നിങ്ങളുടെ കപ്പാസിറ്റി. യു ഗൈസ് വിൽ ബി സംതിങ് വെരി ഫെമിലിയർ വിത്ത് ഹിസ്റ്ററി. പക്ഷെ എന്നിരുന്നാൽ പോലും ഹിസ്റ്ററിയിൽ ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റിക്കോണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം അങ്ങനത്തെ കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് HSL ചോദിക്കുന്നുണ്ട്, ഇയർ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഹിസ്റ്ററിയിൽ കുറച്ച് കഴിവുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ, പക്ഷെ അതേ സമയത്ത് നിങ്ങൾക്ക് ജോഗ്രഫി കഴിവില്ലെങ്കിൽ, അതേ സമയത്ത് നിങ്ങൾക്ക് എക്കണോമിക്സ് ബുദ്ധിമുട്ടാണെങ്കിൽ, അതേ സമയത്ത് പൊളിറ്റിക്കൽ സയൻസിൽ നിങ്ങൾക്ക് കുറച്ച് ടഫ്നെസ് ഉണ്ട് എങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾ നിങ്ങളുടെ സബ്ജക്റ്റിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യും, അതർ സബ്ജക്റ്റുകൾ വിടും. ഇത് തന്നെയാണ് എക്കണോമിക്സാരോടും പൊളിറ്റിക്കൽ സയൻസുകാരോടും സോഷ്യോളജിക്കാരോടും ജോഗ്രഫിക്കാരോടും എല്ലാവരോടും പറയാനുള്ളത്. സോഷ്യൽ സയൻസ് ആണോ, ഈ 8 എണ്ണം വളരെ വൃത്തിക്കും കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് അറിഞ്ഞിരിക്കൽ തന്നെയാണ് നിങ്ങളുടെ കോർ ഓഫ് ദി എക്സാമിനേഷൻ. കാരണം 80% ഓഫ് എക്സാമിനേഷനും ഡിമാൻഡ് ചെയ്യുന്നത് ഇതാണ്. 20% ആണ് മെത്തഡോളജി ഓഫ് ടീച്ചിങ് ഉൾപ്പെടെയുള്ള പാർട്ട് ബിയിൽ വരുന്നത്. ഇതാണ് ഫസ്റ്റ് ഉണ്ടായിരിക്കേണ്ട ബ്യൂട്ടിഫുൾ തിരിച്ചറിവ്. ഈ തിരിച്ചറിവ് നിങ്ങൾക്ക് ഓക്കെ ആണോ? ഞാൻ പറഞ്ഞ സിലബസ് വായിച്ചു പറയല്ലേ, ഞാൻ നിങ്ങളോട് കുറച്ച് തിരിച്ചറിവുകളാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് തിരിച്ചറിവ് ഓക്കെ ആണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. റെസ്പോൺസ് ചെയ്യൂ, ഒന്ന് ചാറ്റ് ചെയ്യൂ, എന്നാലല്ലേ നമുക്കൊരു ഡിസ്കഷനും പ്രകാരം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. യാ ഓക്കെ ഓക്കെ ഫൈൻ ഫൈൻ. ഇത് വേണം കേട്ടോ, കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ വിചാരിക്കുന്നത് സാർ എനിക്ക് എന്റെ സബ്ജക്ട് അറിയാം, ബാക്കിയുള്ള ഞാൻ വായിച്ചു പഠിച്ചോളാം എന്നുള്ളത്. അങ്ങനെയല്ല, ഇത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനാണ്. കോമ്പറ്റേറ്റീവ് ലെവലിൽ ഇരുന്ന് തന്നെ നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. കാരണം ക്വസ്റ്റ്യൻസിന്റെ പ്രാക്ടീസിങ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. 3 പോയിന്റുകൾ എപ്പോഴും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയാറുണ്ട് അല്ലെ? എന്താണ്? കൃത്യമായിട്ട് എക്സാം ഡിമാൻഡഡ് ആയിട്ടുള്ള നോട്ട് വേണം, പിന്നെ കൃത്യമായിട്ടുള്ള ഒരു റിവിഷൻ വേണം, ദെൻ ടെസ്റ്റ് പ്രാക്ടീസ് വേണം. ഇത് 3 ഇല്ലേ, നിങ്ങൾ എത്ര സെൽഫ് സ്റ്റഡി നടത്തിയിട്ടും കാര്യമില്ല. ഇത് 3 നിങ്ങൾക്ക് എവിടുന്ന് കിട്ടുന്നോ, എങ്ങനെ കിട്ടുന്നോ, ദർ ഇസ് യുവർ പ്രിപ്പറേഷൻ. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ശേഷം ഞാൻ നിങ്ങളെ ഇനി അടുത്ത ഇപ്പൊ നമ്മൾ കരയുടെ അടുത്ത് നിന്നിട്ട് കടലിങ്ങനെ കണ്ടിട്ടുള്ളൂ, ഇനി നമ്മൾ കടലിലോട്ട് ഇറങ്ങി ചെല്ലാൻ പോവാണ്. നിങ്ങൾ റെഡി അല്ലേ? കടലിലോട്ട് ഇറങ്ങി ചെല്ലാൻ നമുക്ക് എത്ര ടോപ്പിക്ക് പഠിക്കാനുണ്ടെന്ന് നമുക്കൊന്ന് തിരിച്ചറിവ് വേണ്ട മക്കളെ. നിങ്ങൾ റെസ്പോൺസ് നൽകിയാലേ എനിക്കൊരു ആവേശം ഉണ്ടാവുള്ളൂ കേട്ടോ. ഫൈൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? കടലിലോട്ട് ഇറങ്ങി ചെല്ലുകയാണ്. നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇവിടെ കണ്ടോ, പേപ്പർ പാർട്ട് എയില്, ജസ്റ്റ് ലിസൺ. പാർട്ട് എയില് നമുക്ക് 3 ടോപ്പിക്കാണുള്ളത്. മൊഡ്യൂൾ 1 റിനൈസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ്, മൊഡ്യൂൾ 2 GK, ഞാനിവിടെ റിനൈസ് എന്ന് എഴുതി വെക്കുന്നു, GK, ആൻഡ് പാർട്ട് എയിലെ മൊഡ്യൂൾ 3 എന്ന് പറയുന്നതാണ് ടീച്ചിങ് ആണ്, ടീച്ചിങ് മെത്തഡോളജി ആണ്. ഈ ടീച്ചിങ് മെത്തഡോളജിയിൽ തന്നെ എത്ര ടോപ്പിക് വരുന്നുണ്ടോ നോക്കിക്കേ. ഇത് സിമ്പിളാ. ഫസ്റ്റത്തെ കുറച്ച് കാര്യങ്ങൾ, വാട്ട് യു മീൻ ബൈ ടീച്ചിങ് എന്ന് പറയുന്നതിന് കോൺസെപ്ച്വലി കുറച്ച് കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അതിന്റെ നീഡും സിഗ്നിഫിക്കൻസും മീനിങ്ങും സ്കോപ്പും കോറിലേഷൻ വിത്ത് അതർ സബ്ജക്റ്റും, എന്തിനാണ് അത് പഠിപ്പിക്കുന്നത്, എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ് എന്താണ്, വാല്യൂസ് ഓഫ് ടീച്ചിങ്, ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ്, ഇങ്ങനെയുള്ള ബേസിക് ലേണിംഗ് ആണ് ആദ്യം വരുന്നത്. ഇത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഇൻഡെപ്തിലോട്ട് വരുന്നതാണ് പെഡഗോഗിക് അനാലിസിസ്. അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന്. ഒരു പക്ഷേ നിങ്ങൾ BEd പഠിച്ചപ്പോൾ ഇങ്ങനത്തെ ടോപ്പിക്സിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാകും. ബട്ട് മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ BEd പഠിച്ചതുപോലെയുള്ള ഒരു ലേണിംഗ് എന്നുള്ളതിനേക്കാൾ അപ്പുറത്തോട്ടായിട്ട് ഒരു കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻ എന്ന് പറയുന്ന ഒരു സ്പിരിറ്റിൽ നിന്നുകൊണ്ട് വേണം ഈ സിലബസിനെ നിങ്ങൾ നോക്കിക്കാണാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ BEd പഠിക്കുന്ന സമയത്ത് ഒരു പക്ഷേ ചിലപ്പോൾ നല്ലപോലെ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ അസൈൻമെന്റ്സ് എഴുതാൻ വേണ്ടിയോ സെമിനാർ എടുക്കാൻ വേണ്ടിയോ പഠിപ്പിക്കാൻ വേണ്ടിയോ ഇത് പഠിച്ചിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും അല്ല. പക്ഷെ അതല്ല ഇവിടെ വേണ്ടത്.
ഇവിടെ നിങ്ങൾക്ക് ഒരു സബ് യൂണിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഇത് യൂണിറ്റ് ആണെങ്കിൽ ബാക്കി എല്ലാം സബ് യൂണിറ്റാ. നിങ്ങൾ നോക്കിക്കേ, 1 2 3 4 5 6 7 8 9 10 സബ് യൂണിറ്റ്സ് ഇതിൽ വരുന്നുണ്ട്. ഈ 10 സബ് യൂണിറ്റുകൾ അല്ലെങ്കിൽ സബ് ടോപ്പിക്കുകളോ, ഈ 10 ടോപ്പിക്കുകളും നമുക്ക് വളരെ കൃത്യമായിട്ട് നമ്മുടെ കയ്യിൽ കറസ്പോണ്ടിങ് നോട്ട്സ് ഉണ്ടാവുകയും അതുപോലെ എക്സാമിനേഷന് ചോദിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അങ്ങനെ വേണം നമ്മൾ ഈ ടോപ്പിക്കിനെ പഠിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ നമ്മൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ അതേ കോൺസെപ്റ്റ് ഇവിടെ വീണ്ടും അപ്ലൈ ചെയ്യാണ്. ഇത് ഞാൻ BEdന് പഠിച്ചതാണല്ലോ, അല്ലെങ്കിൽ ഇത് ഹിസ്റ്ററിയിൽ ഞാൻ പഠിച്ചതാണല്ലോ, പൊളിറ്റിക്കൽ സയൻസ് എടുത്തപ്പോൾ ഞാൻ ഇത് പഠിച്ചതാണല്ലോ, ജോഗ്രഫി എന്റെ സബ്ജക്റ്റ് ആണല്ലോ, അപ്പൊ എനിക്ക് അറിയാലോ എന്താണ് സ്ട്രക്ചർ ഓഫ് എർത്ത്, വാട്ട് ഇസ് അറ്റ്മോസ്ഫിയർ എന്നുള്ളത് എനിക്ക് അറിയാലോ എന്നുള്ള തോട്ട് വരും. അതല്ല വേണ്ടത്. There should be one pakka particular preparation for competitive examination level in which you should cover each and every topic based on the demand of the examination. അങ്ങനെ ഓരോ ടോപ്പിക്കിന് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ള. അപ്പൊ നമ്മൾ നാലാമത്തെ ഒരു ടോപ്പിക്കാണ് ഇപ്പൊ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്, പെഡഗോഗിക് അനാലിസിസ് എന്ന് പറയുന്നത്. പിന്നെ പ്ലാനിങ് ഓഫ് ഇൻസ്ട്രക്ഷൻ അറ്റ് സെക്കൻഡറി ലെവൽ, പിന്നെ സൈക്കോളജിക്കൽ ബേസ് ഓഫ് ടീച്ചിങ് ദ സബ്ജക്ട്. അതിൽ തന്നെ വി ഹാവ് സം വെരി ഗ്രേറ്റ് സ്കോളേഴ്സ് ലൈക്ക് യാഗൺ, ബ്രണർ, ഗഗ്നെ. ഐ ഡോണ്ട് എക്സാക്ട് നെയിം ഓഫ് ദീസ് പീപ്പിൾ, കാരണം ഇത് എന്റെ ടോപ്പിക് അല്ല. ഓപ്പൺലി സെയിങ് ദിസ് ഈസ് നോട്ട് മൈ ടോപ്പിക്, ദിസ് ഇസ് ദ ടോപ്പിക് ഓഫ് സം അതർ ഫാക്കൽറ്റീസ്. കേട്ടോ, മാക്സിംസ് ഓഫ് ടീച്ചിങ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഇതിൽ കയറി വരുന്നുണ്ട്. ഇത് നിങ്ങൾ പഠിച്ചതാണ് BEdൽ എന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷെ അതേ സമയത്ത് ഇത് കൃത്യമായിട്ട് നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഓരോരുത്തരുടെ കോൺട്രിബ്യൂഷൻ പഠിക്കണം. നിങ്ങൾ തന്നെ, ഞാൻ ഒരൊറ്റ ഒരു ഇൻസൈറ്റ്ഫുൾ ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട്. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാം, സിലബസ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം. ഓക്കെ, മെത്തേഡ്സ് ആൻഡ് സ്ട്രാറ്റജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്ട്, ഡിഫറെന്റ് മോഡൽസ്, ടെക്നിക്സ് ആൻഡ് ഇൻഡിവിജ്വലൈസിംഗ് ഇൻസ്ട്രക്ഷൻ. കരിക്കുലത്തിൽ തന്നെ നമുക്ക് NCF ഉണ്ട്, KCF ഉണ്ട്, നാഷണൽ ലെവലുണ്ട്, കേരള ലെവലുണ്ട്, കരിക്കുലം ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഇൻസ്ട്രക്ഷണൽ റിസോഴ്സസ് എന്ന് പറഞ്ഞിട്ട് ലബോറട്ടറി, ലൈബ്രറി, ക്ലബ്ബ്, മ്യൂസിയം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കയറി വരുന്നു. ഈ റിസോഴ്സസ് വരുന്നു, ടെക്സ്റ്റ് ബുക്ക്, വർക്ക് ബുക്ക്, ഹാൻഡ് ബുക്ക്, ഇങ്ങനത്തെ കുറെ കോൺസെപ്റ്റുകൾ തന്നിരിക്കുകയാണ്. അസസ്മെന്റ്, ഇത് നമ്മൾ ഓൾറെഡി കുറെ സ്ഥലത്ത് പഠിക്കുന്നതാണ്. ഇവാലുവേഷൻ കോൺസെപ്റ്റുകൾ, ടൈപ്പുകൾ, പ്രിൻസിപ്പിൾസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ, CC, ഗ്രേഡിംഗ്, ടൂൾസ് ആൻഡ് ടെക്നിക്ക്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. സെമിനാർ, അസൈൻമെന്റ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, ദെൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ടീച്ചറുടെ ക്വാളിറ്റീസ്, കോമ്പറ്റൻസി, ഡിഫറെന്റ് റോൾ, പേഴ്സണൽ ക്വാളിറ്റീസ്, എസെൻഷ്യൽ ടീച്ചിങ് സ്കിൽ, മൈക്രോ ടീച്ചിങ്, ആക്ഷൻ റിസർച്ച്. ഇവിടെ നമ്മൾ 10, ഞാൻ നിങ്ങളുടെ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ, നിങ്ങൾ ഇവിടെ 10 സബ് ടോപ്പിക്കുകൾ പറഞ്ഞു. നമ്മൾ ഇതിന്റെ അകത്ത് തന്നെ നിങ്ങൾ ഏകദേശം എത്ര ടോപ്പിക് കണ്ടിട്ടുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ജസ്റ്റ് ഹാവ് എ ഗസ് വർക്ക്. ഇവിടെ നമ്മൾ 10 സബ് ടോപ്പിക്കുകൾ ഈ മെത്തഡോളജി ഓഫ് ടീച്ചിങ് സബ്ജക്റ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം, ടീച്ചിങ് ദ സബ്ജക്ട് ഓർ ടീച്ചിങ് മെത്തഡോളജിയുടെ ഭാഗമായിട്ട് എന്ന് പറയുമ്പോൾ അതിന്റെ അകത്ത് തന്നെ എത്രമാത്രം ടോപ്പിക്കുകൾ നമുക്ക് വരുന്നുണ്ട്, നിങ്ങൾ അതൊന്ന് ചിന്തിക്കും. there is your preparation. അപ്പോഴാണ് നിങ്ങൾക്കൊരു ഇൻസൈറ്റ് കിട്ടുക. എന്ത്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഈ പാർട്ട് എ എന്ന് പറയുന്നത്. പാർട്ട് എയില് വി ഷുഡ് കവർ ദിസ് മച്ച് ഓഫ് ടോപ്പിക്സ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയും. നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ ഇതിൽ നോക്കിയിട്ട് ഓരോ യൂണിറ്റിൽ നിന്നും 3 സബ് ടോപ്പിക് ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ അർത്ഥം എന്താ, 30ഓളം സബ് ടോപ്പിക്കുകൾ നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. 30ഓളം സബ് ടോപ്പിക്ക് ഇത് പഠിക്കണം, റണ്ണേഴ്സ് പഠിക്കണം, ഫ്രീഡം മൂവ്മെന്റ് പഠിക്കണം, GK പഠിക്കണം. അത് ഓൾറെഡി നമ്മൾ അപ്പുറത്ത് പഠിക്കുന്നതുകൊണ്ട് നമുക്ക് അഡ്വാൻറ്റേജ് ആണെന്നുള്ളത് ശരിയാണ്. പക്ഷെ അതേ സമയത്ത് അവിടെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടില്ല എങ്കിൽ 30+30 ഒരു 10-70 ടോപ്പിക്ക് പഠിച്ചു കഴിയുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് 20 മാർക്കിന്റെ ചോദ്യങ്ങൾ കിട്ടുക. കാരണം പറഞ്ഞു, പാർട്ട് എ എത്രയാണ്, 20 മാർക്സ് ആണ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്. അതിൽ ഏകദേശം ഒരു 70+ ടോപ്പിക്സ് നിങ്ങൾ പഠിക്കണം, ഇൻക്ലൂഡിംഗ് ദ മൊഡ്യൂൾ 1 and 2 ഓഫ് പാർട്ട് എ. പക്ഷെ അത് നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞ പോലെ സോഷ്യൽ സയൻസ് ആയതുകൊണ്ട് അവിടെ നമ്മൾ പഠിക്കുന്നുണ്ടെന്നുള്ള. അപ്പൊ എന്തായാലും നിങ്ങൾ ഒരു 10-30 സബ് കോർ ടോപ്പിക്കുകൾ എവിടെ പഠിക്കണം, ഈ മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്റ്റിൽ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഏകദേശം ഒരു 20 മാർക്കുള്ള ക്വസ്റ്റ്യൻസിൽ ഒരു 15 മുതൽ 18 ക്വസ്റ്റ്യൻസ് എങ്കിലും വൃത്തിക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് യു ഹാവ് നെഗറ്റീവ്സ്. അപ്പൊ നെഗറ്റീവ്സ് കൂടുതൽ വരാൻ പാടില്ല. ഫോർ ദാറ്റ് വാട്ട് യു ഷുഡ് ഡു, നിങ്ങൾ ചെയ്യേണ്ടതാണ് സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിക്കണം എന്നുള്ള. സിലബസ് പഠിക്കണം എന്നല്ല, എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിക്കണം, പ്ലസ് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യണം ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി. അത് നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ് എനിക്ക് ഈ പാർട്ട് എനെ കുറിച്ച് പറയാനുള്ളത്. പാർട്ട് എയെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങൾക്ക്? ഇഫ് യു ഹാവ് യു കൻ ആസ്ക് മീ.
ചാറ്റ് വഴി ചോദിച്ചു കഴിഞ്ഞാൽ സന്തോഷം. പാർട്ട് എയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഞാൻ ആ പാർട്ട് ചെയ്യാൻ വളരെ ബ്രീഫായിട്ട് നിങ്ങൾക്ക് സമ്മറൈസ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ പാർട്ട് എ പഠിപ്പിക്കാൻ വേണ്ടി മാത്രം ക്രിസ്റ്റലിൽ 2 ഡെഡിക്കേറ്റഡ് ഫാക്കൽറ്റീസ് ഉണ്ട് പാർട്ട് എ പഠിപ്പിക്കാൻ വേണ്ടി. ദിസ് ഈസ് നോട്ട് മൈ സബ്ജക്ട്, ദാറ്റ്സ് വൈ ഐ വോണ്ട് ബി ടീച്ചിങ് യു ദ സെയിം. വേറെ ഫാക്കൽറ്റീസ് ഉണ്ട്. നമുക്ക് ടോട്ടലി 5 ഫാക്കൽറ്റീസ് ആണ് നിങ്ങളുടെ HSA സോഷ്യൽ സയൻസിൽ നിങ്ങൾക്ക് വരുന്നത്. അതിൽ 2 ഫാക്കൽറ്റീസ് ഇത് കൈകാര്യം ചെയ്തു തരും ഈ 10 യൂണിറ്റുകൾ. Any doubt or whether it is clear or not? Give me a thumbs up or something. പാർട്ട് എ ഇംഗ്ലീഷ് ആട്ടോ. ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പാർട്ട് എ ഇംഗ്ലീഷ് ആയിട്ടായിരിക്കും വരുന്നത്. പാർട്ട് എ ഇംഗ്ലീഷ് ആയിട്ടാണ് വരിക. നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ മക്കളെ. നിങ്ങൾ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ ആണ് എഴുതുന്നത്, അല്ലാതെ BEd പരീക്ഷയോ അതിനനുസരിച്ച് സെറ്റ് ക്ലിയർ ചെയ്യുകയോ ചെയ്യുന്ന എക്സാമിനേഷൻ അല്ല. സർവീസ് കയറാനുള്ള കേരള PSCയുടെ എക്സാമിനേഷനാണ്. അതുകൊണ്ട് സിലബസ് പഠിക്കുന്ന സമയത്ത് അത് എക്സാം ഡിമാൻഡ് അനുസരിച്ച് പഠിക്കുകയും അതിന്റെ പ്രാക്ടീസും നിർബന്ധമാണ് എന്നുള്ള കാര്യം ഓൾവേസ് റിമെമ്പർ ദാറ്റ് പോയിന്റ് ഓൾവേസ്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ സർ ഇതൊക്കെ BEdന്റെ സിലബസാ എന്ന് നിങ്ങൾ പറയും. ഞാൻ പറഞ്ഞില്ല അതാണ്, അല്ല എന്നല്ല പറയുന്നത്. പക്ഷെ അത് കോമ്പറ്റീവ് എക്സാമിനേഷൻ എടുത്തുമ്പോൾ പ്രിപ്പറേഷന് മാറ്റം വരുത്തണം. ഞാൻ നിങ്ങൾക്ക് ഒരു സിലബസ് എത്തുമ്പോൾ ഞാൻ അതിന്റെ റിയാലിറ്റി പറഞ്ഞിട്ടും ആ സിലബസ് എന്താന്നുള്ളത്. ബിക്കോസ് വി ഹാവ് ദാറ്റ് എക്സ്പീരിയൻസ്. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ചില കാര്യങ്ങൾ, ഒരു ടോപ്പിക് ജോഗ്രഫി എത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാം ജോഗ്രഫിയുടെ സിലബസ് എന്താണ്, എവിടുന്നാണെന്നുള്ളത്. ഓക്കെ, ഫൈൻ. ഷാൽ ഐ പ്രൊസീഡ് ടു അനദർ പാർട്ട്? പാർട്ട് 2 പോട്ടെ, പാർട്ട് ബിയിലോട്ട് പോട്ടെ. ആർ യു റെഡി? നിങ്ങളുടെ ഒരു റെസ്പോൺസ് തരിക. പാർട്ട് എ ക്ലിയർ ആണല്ലോ. അതായത് 10-30ഓളം സബ് ടോപ്പിക് നമുക്ക് പഠിക്കാനായിട്ടുള്ള കാര്യം ഒരൊറ്റ പോയിന്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ദാറ്റ് ഈസ് സംതിങ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി നമ്മൾ പാർട്ട് ബിയിലോട്ട് പോവാണ്. പാർട്ട് ബിയിൽ നമുക്ക് ഹിസ്റ്ററിയുടെ ഭാഗങ്ങളെ വെച്ചിട്ടാണ് സിലബസ് തുടങ്ങുന്നത്. അതിൽ ഫസ്റ്റ് നമുക്ക് ഡെഫിനിഷൻസ് ഓഫ് ഹിസ്റ്ററി വരുന്നുണ്ട്. വി ഹാവ് മെനി ഹിസ്റ്റോറിയൻസ് ആൻഡ് ദേ ആർ ഹാവിംഗ് ദെയർ ഓൺ ഒപ്പീനിയൻസ്. അത് പഠിച്ചു വെക്കണം. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന ടോപ്പിക്കാണ്, ഫാക്ച്വൽ ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. പിന്നെ നിങ്ങൾക്ക് വരുന്നത് വേൾഡ് ഹിസ്റ്ററി ആണ്. വേൾഡ് ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് വരുന്നത് ഏൻഷ്യന്റ് വേൾഡ് ഹിസ്റ്ററി ആണ് 2ഉം 3ഉം. ഏൻഷ്യന്റ് വേൾഡ് ഹിസ്റ്ററി ആണ്. അതിൽ ഞാൻ ജസ്റ്റ് പറയുന്നു, ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ് എന്ന് പറയുന്നത് ലോകത്ത് 4 ഉള്ളത്. ഈജിപ്ഷ്യൻ നൈൽ റിവർ സിവിലൈസേഷൻ, മെസപ്പൊട്ടോമിയൻ നിങ്ങൾക്കറിയാം യൂഫ്രൈറ്റ്സ് ആൻഡ് ടൈഗ്രീസ് റിവർ വാലീസ്, ഹാരപ്പൻ സിവിലൈസേഷൻ ഇന്ത്യ. പിന്നെ ഇതിൽ ചൈന കൂടി ഉണ്ട്. ആക്ച്വലി ചൈനയെ കുറിച്ച് ഒരു ബ്രീഫ് ഐഡിയ നമ്മൾ ഇതിൽ പഠിക്കണം. കാരണം ഈജിപ്ഷ്യനും മെസപ്പൊട്ടോമിയനും ഹാരപ്പയാണ് നിങ്ങൾക്ക് സിലബസിൽ തന്നിട്ടുള്ളത് എങ്കിൽ പോലും ചൈനയെ കുറിച്ച് ബ്രീഫ് ഐഡിയ ഇല്ല എങ്കിൽ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഓപ്ഷൻസ് വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് ചൈന കൂടെ ഒന്ന് പഠിച്ചേക്കണം. ദാറ്റ് ഈസ് നോട്ട് മെൻഷൻഡ് ഇൻ യുവർ സിലബസ്. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഹിസ്റ്ററിക്കാർക്ക് പെട്ടെന്ന് അത് കത്തും, പ്രത്യേകിച്ച് HSSTക്കാർക്ക്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്ന ടോപ്പിക്കാണത്. പക്ഷെ പാർട്ട് ബിയിൽ നിങ്ങൾക്ക് മലയാളത്തിലാണ് ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പൊ നമുക്ക് ആ ലെവലിൽ എന്ത് ചെയ്യണം? കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. ഇത് ഓക്കെ അല്ലേ? രണ്ടാമത്തെ ടോപ്പിക് ക്ലിയർ അല്ലേ? പിന്നെ വരുന്നു ലോകത്തുണ്ടായിരുന്ന 2 സിവിലൈസേഷൻസ്, ഗ്രീക്ക് ആൻഡ് റോമൻ സിവിലൈസേഷൻസ് എന്ന് പറയുന്നത്. അതോടുകൂടെ വേൾഡ് ഹിസ്റ്ററിയുടെ ആൻഷ്യന്റ് തീർന്നു. മിഡീവൽ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കിൽ ഒന്നാണ് റിനേസ, റിഫോർമേഷൻ, ജോഗ്രഫിക്കൽ ഡിസ്കവറീസ് എന്ന് പറയുന്നത്. ഇതിൽ ഈ റിനേസ നമ്മൾ സിലബസിൽ പറഞ്ഞ അവിടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം, ഇവിടെയും ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ മോഡേൺ വേൾഡ് ഹിസ്റ്ററിയിലോട്ട് വരുന്ന സമയത്താണ് 5ാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട റവല്യൂഷൻസ്. ഇംഗ്ലീഷ് റവല്യൂഷൻ, ഫ്രഞ്ച് റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. കേരള PSC നടത്തുന്ന എല്ലാ പ്രധാനപ്പെട്ട എക്സാമിനേഷനും ഈ ടോപ്പിക് ഉണ്ട്. LDCക്ക് ഉണ്ട്, ഓക്കെ, LP-UPക്ക് ഉണ്ടെന്നാണ് എന്റെ ഓർമ്മ. ലൈക്ക് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ് ഉൾപ്പെടെയുള്ള ചില ടോപ്പിക്കുകൾ അത് എന്റെ ഓർമ്മയിലുണ്ട്. പിന്നെ ഡിഗ്രി ലെവലിലെ എല്ലാ PSCയുടെ എക്സാമിനേഷനും ഈ റവല്യൂഷൻസ് ചോദിക്കാറുണ്ട്. മീനിങ് ദാറ്റ് ടോപ്പിക് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ഇംഗ്ലീഷ് ഉണ്ട്, ഫ്രഞ്ച് ഉണ്ട്, റഷ്യൻ ഉണ്ട്. എന്നാൽ ഇതിൽ നിന്നും ചൈന വീണ്ടും മിസ്സിംഗ് ആണ്. ഓക്കെ, ചൈന മിസ്സിംഗ് ആണെങ്കിൽ ഞാൻ പറയുന്നത്, ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഹാവ് എ മിനിമം ഐഡിയ അബൌട്ട് ചൈനീസ് റവല്യൂഷൻ. ഒരു മിനിമം ഐഡിയ നിങ്ങൾക്ക് വേണം, ഇല്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടും. ആസ് വെൽ ആസ് ഒന്നുകൂടെ മിസ്സായിട്ടുണ്ട്. എനിബഡി ക്യാൻ ഗസ് ഒരു റവല്യൂഷൻ ഇതിൽ നിന്ന് മിസ്സിംഗ് ആണ്. ആ റവല്യൂഷൻ ഇല്ലെങ്കിൽ നമുക്ക് ലോകത്തെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചൊന്നും പഠിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം അങ്ങനെ ഒരു പക്ഷെ PSC ഒരു പക്ഷെ നേരിട്ട് എന്ത് ചെയ്യില്ല, അതിനെ കുറിച്ച് ചോദിച്ചിട്ടില്ലെങ്കിലും ആ ഒരു തീം വെച്ചിട്ട് വേറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കാം. അങ്ങനെ സാധ്യത ഉണ്ട്. എനി ടോപ്പിക്?
വെരി ഗുഡ്. ജെറിൻ, റിജ, മുർഷിദ, വെരി ഗുഡ്. അമേരിക്കൻ റവല്യൂഷൻ, വെരി ഗുഡ്. അപ്പൊ ആ രണ്ട് ടോപ്പിക്കിനെ കുറിച്ചും നമുക്ക് എന്ത് ചെയ്യണം, ഒരു ബ്രീഫ് ഐഡിയ വേണം കേട്ടോ. ഒരു ബ്രീഫ് ഐഡിയ, ഞാൻ അത്രേ പറയുന്നുള്ളൂ, സിഗ്നിഫിക്കൻസ് എങ്കിലും വേണം. കാരണം ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ടോപ്പിക്കാണ്, അമേരിക്കൻ റവല്യൂഷനും ചൈനീസ് റവല്യൂഷനും. ഇത് സിലബസ് മിസ്സിംഗ് ആണ് എന്ന് കരുതിയിട്ട് നമ്മളത് പഠിക്കേണ്ടെന്നല്ല, മറിച്ച് ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ബ്രീഫ് ഐഡിയ വേണം. അപ്പൊ അഡീഷണലി ഒരു ചൈനീസ് റവല്യൂഷനും ചൈനീസ് സിവിലൈസേഷനും അമേരിക്കൻ റവല്യൂഷനും പഠിച്ചേക്കണം. പിന്നെ വേൾഡ് വാറുകളുണ്ട്, അതിനിടയ്ക്കുള്ള ലീഗ് ഓഫ് നേഷനും യു എനും, ഇത്രയും പഠിച്ചാൽ മതി. നിങ്ങൾക്ക് പോസ്റ്റ് വേൾഡ് വാറിന് ശേഷമുള്ള കോൾഡ് വാർ പഠിക്കാനില്ല, കോണ്ടംപററി വേൾഡ് ഹിസ്റ്ററി പഠിക്കാനില്ല. നിങ്ങൾക്ക് 1945 വരേക്കുള്ള ഹിസ്റ്ററി മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഫോക്കസ് ചെയ്താൽ മതി. പക്ഷെ ഇത് ഞാൻ പറഞ്ഞ പോലെ ഇവിടുന്ന് നിങ്ങളോട് ചോദിക്കാൻ വേണ്ടി പോകുന്ന ചോദ്യങ്ങൾ നിങ്ങൾ ആ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുക. നാളെ നിങ്ങൾക്ക് നമ്മുടെ HSAയുടെ സോഷ്യൽ സയൻസിന്റെ ഫാക്കൽറ്റി ക്ലാസ് എടുക്കുന്ന വേൾഡ് ഹിസ്റ്ററിയിലെ ചില PYQസിന്റെ ഡിസ്കഷൻ യൂട്യൂബിൽ വരും. അപ്പൊ യൂട്യൂബിൽ വരുന്ന സമയത്ത് നിങ്ങൾ കണ്ടു നോക്കുക, ആ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് വരുന്നത്. സോ സംതിങ് വെരി ഇമ്പോർട്ടന്റ് പ്രിപ്പറേഷൻ യു ഷുഡ് ഹാവ്. കാരണം ആൻഷ്യന്റ് വേൾഡ് ഹിസ്റ്ററി പഠിക്കാനുണ്ട്, മിഡീവല് പഠിക്കാനുണ്ട്, അതാണ് റിനേസ എന്നുള്ളത്, അതിന് ട്രാൻസിഷൻ ടു മോഡേൺ, ദെൻ മോഡേണിലെ 2 ടോപ്പിക്ക് പഠിക്കാനുണ്ട്. അപ്പൊ വേൾഡ് ഹിസ്റ്ററിയിൽ നല്ലൊരു ശതമാനം ഏരിയ ഉണ്ട്, ഇവിടുന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. ഞാൻ പറഞ്ഞു ഏകദേശം ഒരു 5 to 8 ക്വസ്റ്റ്യൻസ് എന്തായാലും ഏറ്റവും മിനിമം ഇവിടുന്ന് ചോദിക്കും. കാരണം നമുക്ക് പാർട്ട് ബിയിൽ എത്ര പഠിക്കാണ്ട്, 8 യൂണിറ്റ് പഠിക്കുന്നുണ്ട്. പ്രപ്പോർഷനിൽ നിങ്ങൾ 10 മാർക്ക് കൊടുക്കുകയാണെങ്കിൽ പോലും തെറ്റില്ല, 80 മാർക്ക് വരും. അപ്പൊ ആ ഒരു സെൻസിൽ എന്ത് ചെയ്യുക, ഈ ഒരു ടോപ്പിക്ക് അറിഞ്ഞിരിക്കുക. സോ ദിസ് ഈസ് അബൌട്ട് വേൾഡ് ഹിസ്റ്ററി. വേൾഡ് ഹിസ്റ്ററി ക്ലിയർ ആണോ? ഹിസ്റ്ററിക്കാരല്ലാത്തവർ പ്രത്യേകിച്ചും നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയോ എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ളത്? ഹിസ്റ്ററിക്കാർക്ക് പെട്ടെന്ന് കത്തും ഈ ടോപ്പിക്ക്, അതേപോലെ ആയിരിക്കും എക്കണോമിക്സുകാർക്ക് കുറച്ച് കഴിയുമ്പോൾ കത്തുന്നത്, പൊളിറ്റിക്കൽ സയൻസുകാർക്ക് കത്തുന്നത്, ജോഗ്രഫിക്കാർക്ക് കത്തുന്നത്, അപ്പൊ ബാക്കിയുള്ളവർക്ക് കത്തത്തില്ല. അപ്പൊ എല്ലാവർക്കും കത്തണം, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഈസ് ദാറ്റ് ക്ലിയർ? യപ്പ്, ഫൈൻ, താങ്ക്സ് ഫോർ യുവർ റെസ്പോൺസ്. ഓക്കെ, ഫൈൻ, താങ്ക് യു. ഇനി നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയിലോട്ട് പോവാണ്. ഇന്ത്യൻ ഹിസ്റ്ററി ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഇന്ത്യൻ ഹിസ്റ്ററിയും കേരള ഹിസ്റ്ററിയും മിക്സ് ചെയ്തിട്ട് തന്നിരിക്കുകയാണ്. ഇവിടെ നോക്കിക്കേ, 1 to 5 വരെ നിങ്ങൾക്ക് ടോട്ടലി ഇന്ത്യൻ ഹിസ്റ്ററി തന്നിരിക്കുക. ഞാനിവിടെ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് എഴുതി വെക്കുന്നുള്ളൂ. അതിൽ തന്നെ നിങ്ങൾക്ക് ആൻഷ്യൻ ഉണ്ട്, വേദിക് ഏജ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇൻഡസ് വാലി സിവിലൈസേഷൻ നിങ്ങളോട് ഇവിടെ പറഞ്ഞിട്ടില്ല. ജൈനിസം, ബുദ്ധിസം, മൗര്യ, ഗുപ്ത, ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ സ്റ്റേറ്റിംഗ് കിങ്ഡത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചു പോയാൽ മതി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. പിന്നെ മിഡീവലിലോട്ട് എത്തുന്ന സമയത്ത് ഡൽഹി സൽത്തനറ്റ്, മുഗൾ എംപയർ, വിജയനഗര, ഈ 3 തന്നിരിക്കുന്നത്. മോഡേൺ ഹിസ്റ്ററിലോട്ട് എത്തുമ്പോൾ യൂറോപ്യൻസിന്റെ ടോപ്പിക്ക്, അതിൽ തന്നെ ബ്രിട്ടീഷിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുന്നു, അതിന്റെ ഇമ്പാക്ട്, പിന്നെ ഫ്രീഡം മൂവ്മെന്റ്, സ്ട്രഗിൾ ഫോർ ഫ്രീഡം, പാർട്ടീഷൻ ഓഫ് ഇന്ത്യ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നിങ്ങൾക്ക് ഇന്ത്യൻ റിനേസൻസ് കാണുന്നില്ല, ഓർ ഇന്ത്യൻ സോഷ്യൽ റിഫോംസ് എന്ന് പറയുന്ന ടോപ്പിക്ക് കാണുന്നില്ല, ഇന്ത്യൻ റിനേസൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ സ്പെസിഫിക്കലി പഠിച്ചിരിക്കണം, അറ്റ്ലീസ്റ്റ് ഫോർ അവർ പേപ്പർ 1 ഓർ പാർട്ട് എ. അതിന് പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കാണിത്. കാരണം അത് സിലബസിൽ ഇവിടെ ഇല്ല. വേൾഡ് നമ്മുടെ സിലബസിലുണ്ട്, ഇന്ത്യ സിലബസിലില്ല. ആ ഒരു കാര്യം കൃത്യമായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ആൻഡ് പാർട്ടീഷൻ ഓഫ് ഇന്ത്യ ടിൽ 1947 വരെ പഠിച്ചാൽ മതി, കോണ്ടംപററി പഠിക്കാനില്ല. ഓക്കെ, അപ്പൊ ഹിസ്റ്ററിക്കാർക്ക് ഈ ഒരു ടോപ്പിക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. പക്ഷെ ക്വസ്റ്റ്യൻസ് വരുന്ന ട്രെൻഡ് നിങ്ങൾ നോക്കണം. നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ ടീച്ചർ എടുത്തിരിക്കുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവർ നിർബന്ധമായിട്ട് കണ്ടിട്ട് ക്വസ്റ്റ്യന്റെ ഒരു നേച്ചറും അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്ന ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. ഹിസ്റ്ററിക്കാർക്ക് ഈ ടോപ്പിക് എളുപ്പമായിരിക്കും ഡെഫിനറ്റ്ലി, പക്ഷേ ഹിസ്റ്ററിക്കാർക്ക് ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കുകളാണ് ഇനി കുറച്ച് കഴിഞ്ഞ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകണം, അതാണ് ഞാൻ പറയുന്നത്. സോഴ്സസ് അടുത്ത കേരള ഹിസ്റ്ററി ആണ് ഫുള്ള് വരുന്നത്, 6 മുതൽ 10 വരെ. ഓക്കെ, ഇതിനൊക്കെ നിങ്ങൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് ഒന്ന് SCERT ബുക്കുകളൊന്ന് ഡിപ്പെൻഡ് ചെയ്യണേ. സെൽഫ് സ്റ്റഡി ചെയ്യുന്നവർ SCERT ബുക്കുകളൊക്കെ ഒന്ന് ഡിപ്പെൻഡ് ചെയ്യുക. സോഴ്സസ് ഓഫ് കേരള ഹിസ്റ്ററി, കേരള ഹിസ്റ്ററിയുടെ കുറച്ച് പ്രധാനപ്പെട്ട സോഴ്സുകൾ ഉണ്ട്. ലിറ്റററി ആൻഡ് ആർക്കിയോളജിക്കൽ, അത് അറിഞ്ഞിരിക്കണം. ജൈനിസം ആൻഡ് ബുദ്ധിസം ഇൻ കേരള, സംഘം കാലഘട്ടത്തിലെ ചരിത്രം. കേരള ഇൻ സംഘം ഏജ്, അതിൽ തന്നെ പിന്നീട് പെരുമാൾസിന്റെ ഒരു പീരീഡ്, ഭക്തി മൂവ്മെന്റ്, മോഡേൺ സ്റ്റേറ്റ് ഓഫ് ട്രാവൻകൂർ. നടുവിലുള്ള ഒരുപാട് ഹിസ്റ്ററി ഒമിറ്റ് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്, അത് വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ കൊളോണിയലിസത്തിന് ചരിത്രം, പഴശ്ശിരാജ, വേലുത്തമ്പി, പാലിയത്തച്ഛൻ. കേരളത്തിലെ റിനേസൻസ് മൂവ്മെന്റ് കണ്ടോ, കേരളത്തിന്റെ റിനേസൻസും കവർ ചെയ്തിട്ടുണ്ട്, വേൾഡ് റിനേസൻസും സിലബസിലുണ്ട്. ഇന്ത്യൻ റിനേസൻസ് ആസ് പാർട്ട് ഓഫ് യുവർ പാർട്ട് ബിയിൽ ഇല്ല. അതിൽ കേരളത്തിന്റെ സോഷ്യൽ റിലീജിയസ് റിഫോം മൂവ്മെന്റ്, അത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. നാഷണൽ മൂവ്മെന്റ് ഇൻ കേരള, ദാറ്റ് ഈസ് ഫ്രീഡം മൂവ്മെന്റ് ഇൻ കേരള. അതിൽ ഐക്യ കേരള മൂവ്മെന്റ്, ഫോർമേഷൻ ഓഫ് കേരള സ്റ്റേറ്റ് ടിൽ 1956. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. ഇത് കുറച്ച് വലിയ ടോപ്പിക്കാണ്. ഈ 9ഉം 10ഉം കുറച്ച് വലിയ ടോപ്പിക്കാണ്. കേരള PSCയുടെ ഫേവറേറ്റ് ഏരിയ ആണ്. 8 മുതൽക്ക് കേരള ഹിസ്റ്ററിയുടെ ഫേവറേറ്റ്, കേരള PSCയുടെ ഫേവറേറ്റ് ഏരിയ ആണ്. ഇത് നിങ്ങൾ ഒരു പക്ഷേ LP UP അല്ലെങ്കിൽ LDC ഇങ്ങനത്തെ കേരള PSCയുടെ ഏത് എക്സാമിനേഷൻ പ്രിപ്പറേഷൻ നടത്തുവാണെങ്കിലും 8, 9, 10 അവിടെ കയറി വരുന്ന ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സംതിങ് വെരി ഇമ്പോർട്ടന്റ്. നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ കാര്യങ്ങൾ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളത്. ഇതാണ് കേരള ഹിസ്റ്ററി ബേസ് ചെയ്തിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇസ് ദാറ്റ് ക്ലിയർ?
ഇന്ത്യൻ ഹിസ്റ്ററി പറഞ്ഞു, കേരള ഹിസ്റ്ററി പറഞ്ഞു, ആസ് വെൽ ആസ് വേൾഡ് ഹിസ്റ്ററി പറഞ്ഞു. ഇവിടെ ഒരു 10 ടോപ്പിക് പറഞ്ഞു, അവിടെ ഒരു 6 ടോപ്പിക് പറഞ്ഞു. ഒരു 16 ടോപ്പിക്, അതിന്റെ സബ് ടോപ്പിക് എടുത്ത് നോക്കുകയാണെങ്കിൽ 10-30 ടോപ്പിക്. 10-30 ടോപ്പിക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10-20 ക്വസ്റ്റ്യൻസ് കിട്ടുള്ളൂ. അതായത് ഇതിന്റെ അകത്തുള്ള സബ് ടോപ്പിക്കിന്റെ വലുപ്പം കൂടുതലാണെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഡൽഹി സൽത്തനേറ്റ്, മുഗൾസ്, വിജയനഗരം എന്നുള്ള വാക്ക് തന്നെ നോക്കിക്കേ. ഹിസ്റ്ററി അറിയുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അത് വലിയ യൂണിറ്റുകളാണ്. അപ്പൊ അതിൽ നിന്ന് എങ്ങനെ എക്സാമിനേഷന് ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഹിസ്റ്ററി ജസ്റ്റ് സിലബസ് എഴുതി വെച്ചിട്ടുള്ളൂ. അത് വളരെ ഇൻഡെപ്തില് ഉള്ള ടോപ്പിക്കുകളാണ്. അത് ജസ്റ്റ് സിലബസ് മെൻഷൻ ചെയ്ത് പോയി എന്ന് മാത്രമേ അതിൽ വരുന്നുള്ളൂ. ആ കാര്യം കൂടെ ഒന്ന് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. സോ ഹിസ്റ്ററി കഴിഞ്ഞു. ഇനി ഞാൻ അടുത്ത പാർട്ടിലോട്ട് പോവാണ്, എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഷാൾ ഐ പ്രൊസീഡ്? ഹിസ്റ്ററിയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹിസ്റ്ററി അറിയാത്തവർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ലെറ്റ് മീ നോ. അല്ലെങ്കിൽ നിങ്ങളുടെ ഓപ്പൺ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓപ്പൺ ഗ്രൂപ്പിൽ നമ്മൾ നിങ്ങളുടെ അതിനുള്ള സംവിധാനം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരാം. നിങ്ങൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചോദിക്കാം. ഓക്കെ, ലെറ്റ് മീ പ്രൊസീഡ് ടു അനദർ ടോപ്പിക്, ദാറ്റ് ഈസ് ഇക്കണോമിക്സ്. ഇക്കണോമിക്സ് 2 രീതിയിലാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒന്ന് എക്കണോമിക് തിയററ്റിക്കൽ പാർട്ട്, മറ്റൊന്ന് ഇന്ത്യൻ എക്കണോമി. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം ഡിഫറൻസ് എന്താന്നുള്ളത്. ബിക്കോസ് ദിസ് ഈസ് കോൾഡ് ഇക്കണോമിക്സ്, തിയറിയാണ്. ആൻഡ് ദിസ് ഈസ് കോൾഡ് ഇക്കണോമി, ഹൗ ഇറ്റ് ഈസ് പ്രാക്ടിക്കലി അപ്ലൈയിങ് ഇൻ ദി മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പൊ ഇതിൽ ഇക്കണോമിക് തിയറി, ബാങ്കിങ് ആൻഡ് ടൂൾസ് ഓഫ് ഡിഫറെന്റ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അതിൽ നോക്കിക്കേ, എക്കണോമിക്സിന്റെ ബേസിക്സ് ആണ് അവിടെ തന്നിരിക്കുന്നത്. ഇഷ്യൂസ് ആൻഡ് കോൺസെപ്റ്റ്സ് ഇൻ എക്കണോമിക്സ്, കൺസ്യൂമറുടെ ബിഹേവിയറുമായി ബന്ധപ്പെട്ട തിയറീസ് എന്തൊക്കെയാണ്, ഡിഫറെന്റ് അപ്രോച്ചസ്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ. നിങ്ങൾ ഇങ്ങനെ എഴുതുന്ന കണ്ടിട്ടില്ലേ, ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്നൊക്കെ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ആ ഡിമാൻഡ് ആൻഡ് സപ്ലൈയുമായി ബന്ധപ്പെട്ടുള്ള ബേസിക് കോൺസെപ്റ്റ്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്തൊക്കെയാണ്, കുറച്ച് കാര്യങ്ങൾ. പിന്നെ അതിൽ തന്നെ നാഷണൽ ഇൻകത്തിന്റെ കോൺസെപ്റ്റ് വരുന്നുണ്ട്. എങ്ങനെയൊക്കെ നമുക്ക് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ, ഡിഫറെന്റ് മെത്തേഡ്സ്, GDP എന്ത്, GNP എന്ത്. ഓക്കെ, അങ്ങനത്തെ ചില കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് കയറി വരുന്ന ഒരു ഏരിയ ആണ്. ഇത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോണം. കാരണം തിയററ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കും. ഇത് അറിയാത്തവര് നല്ല പോലെ ബുദ്ധിമുട്ടാനുള്ള ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ട് അല്ലാത്തവർ കൃത്യമായിട്ട് തിയറി പാർട്ടിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കണം. ബിക്കോസ് സംതിങ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മൈക്രോ എക്കണോമിക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു രീതിയിൽ വേണമെങ്കിൽ ഇതിന്റെ ചില ഭാഗങ്ങളെ വിളിക്കാൻ പറ്റും. പിന്നെ തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് വരുന്നുണ്ട്. അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ്, കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ്, 2 കോസ്റ്റ് അഡ്വാൻറ്റേജ് മെത്തഡുകളുടെ കാര്യങ്ങൾ വരുന്നു. പിന്നെ ബാങ്കിങ് സിസ്റ്റം ആണ്, കൊമേഴ്ഷ്യൽ ബാങ്ക് ആൻഡ് സെൻട്രൽ ബാങ്ക്, അവരുടെ റോളും ഫംഗ്ഷൻസും സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡയറക്റ്റ് ക്വസ്റ്റൻസ് ചോദിക്കും. ഹിസ്റ്ററി ഓഫ് ബാങ്കിങ് അടക്കം ഉള്ള കാര്യങ്ങൾ പഠിച്ചിരിക്കണം. ഹിസ്റ്ററി ഓഫ് ബാങ്കിങ് എന്നുള്ളത് ആദ്യമായിട്ട് നാഷണലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ബാങ്ക് ഏതായിരുന്നു? എനിബഡി? ജസ്റ്റ് കോമന്റ് യുവർ റെസ്പോൺസ്. ആദ്യമായിട്ട് നാഷണലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള, ദേശവൽക്കരണം നടത്തപ്പെട്ടിട്ടുള്ള ബാങ്ക് ഏതായിരുന്നു? പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, പഞ്ചാബ് ഇമ്പീരിയൽ. ആദ്യമായിട്ട് നാഷണലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് RBI അല്ലേ, പിന്നെ അല്ലേ SBI വരുന്നത്? ഒന്ന് വെരിഫൈ ചെയ്തോണ്ട് കേട്ടോ ആ ഫാക്ട്. ഹിസ്റ്ററിയിൽ അങ്ങനെയാണ് കിടപ്പുള്ളത്. കാരണം ആദ്യം RBIക്കാണ് ഇമ്പോർട്ടൻസ്, പിന്നെ 1955 സമയത്താണ് SBI വരുന്നത്, നാഷണലൈസ് ചെയ്യപ്പെടുന്നത്. മറ്റേ 1949 വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറെ തിയററ്റിക്കൽ പാർട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ വരുന്നുള്ള കാര്യം എന്ന് അറിഞ്ഞിരിക്കുക. പക്ഷേ ഈ തിയററ്റിക്കൽ പാർട്ടിന്റെ കൃത്യമായിട്ട് നിങ്ങൾ തിയറി പഠിക്കണതനുസരിച്ച് പത്രങ്ങളിൽ നിന്നുള്ള കുറച്ച് ടോപ്പിക്സ് കയറി വരുന്നതാണ് ഇന്ത്യൻ എക്കണോമി എന്നുള്ളത്. ആൻഡ് ഡെവലപ്മെന്റ് എക്കണോമിക്സ്, പബ്ലിക് ഫൈനാൻസ് ആൻഡ് കേരള എക്കണോമിക്. ഈ നോക്കി കേരള ടോപ്പിക് വരെ കയറി വരുന്നുണ്ട്. ഇത് വലിയ ടോപ്പിക് ആക്ച്വലി. ഇവിടെ ഇത്ര കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും വലിയ ടോപ്പിക്കാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ 3 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. എക്കണോമിക് തിയറി, ബാങ്കിങ്, അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് 4 സബ് ടോപ്പിക് ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ വലിയതാണ്. ഓവർവ്യൂ ഓഫ് ഇന്ത്യൻ എക്കണോമി, അപ്പൊ കൊളോണിയൽ പീരീഡിൽ എന്തായിരുന്നു, ലേറ്റർ എന്താണ്, എക്കണോമിക് പ്ലാനിങ് കോൺസെപ്റ്റ് എന്താണ്, 5 ഇയർ പ്ലാൻസിന്റെ ഹിസ്റ്ററി എന്താണ്, ഡെവലപ്മെന്റ് ഇഷ്യൂസ്, പോവർട്ടി, ഇനീക്വാലിറ്റി, അൺഎംപ്ലോയ്മെന്റ്, ഇങ്ങനത്തെ കാര്യങ്ങളുടെ കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചിരിക്കണം. ദെൻ ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെ കോൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഹ്യൂമൻ ഡെവലപ്മെന്റ്, അത് മനുഷ്യർ ചെയ്യുന്ന PQLI, HDI,
ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, മൾട്ടി ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് പുതിയ കോൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. അത് കറണ്ട് അഫേഴ്സ് ആണ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കയറി വരും. ദ കോൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, സ്ട്രക്ചർ ഓഫ് ടാക്സേഷൻ, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, പബ്ലിക് ഫിനാൻസ് ആണ് അതൊക്കെ വരുന്നത്. സ്ട്രക്ചർ ഓഫ് ടാക്സേഷൻ, പബ്ലിക് ഫിനാൻസ്, ഡയറക്ട് ടാക്സ്, ഇൻഡയറക്ട് ടാക്സ്, വാട്ട് ഇസ് GST. GST ആണ് നിലവിൽ വന്നത്. എനിബഡി? ഡേറ്റ് വെച്ചിട്ട് ഒന്ന് പറയാൻ പറ്റുന്നവരൊന്നുണ്ടെങ്കിൽ പറഞ്ഞേ. ഇസ് 1st July 2017 കേട്ടോ. 1st July 2017. വെരി ഗുഡ്, സംബഡി ഹാസ് കമന്റഡ് ദാറ്റ് വൺ. കോൺസെപ്റ്റ് ഓഫ് ഫെഡറൽ ഫിനാൻസ് എന്താണ് വരുന്നത്? അതിൽ തന്നെ കേരളത്തിലുള്ള ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ഫൈനാൻഷ്യൽ എക്സ്പെൻഡിച്ചർ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? യു ഹാവ് സംതിങ് കോൾഡ് ആസ് കേരള ഇക്കണോമിക് റിവ്യൂ. കേരള എക്കണോമിക് റിവ്യൂ. അതിന്റെ അടിസ്ഥാനത്തിൽ വേണം ഈ ടോപ്പിക് നമ്മൾ പഠിക്കാൻ. ഇതൊന്നും സാധാരണയുള്ള പുസ്തകത്തിൽ നിന്ന് കിട്ടത്തില്ല. നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയോ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി ലെവൽ ബുക്ക് നോക്കുകയാണെങ്കിൽ പോലും ദിസ് വിൽ നോട്ട് ബി അപ്ഡേറ്റഡ്. അപ് ടു ഡേറ്റ് ആയിരിക്കില്ല. പക്ഷെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് വെച്ചിട്ടായിരിക്കും ഈ റിവ്യൂ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക പരീക്ഷയ്ക്ക്. ദാറ്റ് ഈസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾ ഇന്ത്യയിൽ ഓരോ പ്രാവശ്യവും ബജറ്റ് അവതരിപ്പിക്കുന്ന പോലെ തന്നെയാണ് കേരളത്തിലെ ബജറ്റ് അവതരണം. അതിന് കേരളത്തിലെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? എക്കണോമിക് സർവേ ഇന്ത്യയിൽ നടത്തുമ്പോൾ കേരളത്തിൽ നടത്തുന്നതിനെ വിളിക്കുന്ന പേരാണ് എക്കണോമിക് റിവ്യൂ എന്നുള്ളത്. എക്കണോമിക് സർവേ ദേശീയ തലത്തിലാണെങ്കിൽ സ്റ്റേറ്റ് തലത്തിൽ കേരളത്തിൽ നടക്കുന്നതിനാണ് ഇക്കണോമിക് റിവ്യൂ എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരള ഡെവലപ്മെന്റിന്റെ ഡിഫറെന്റ് കാര്യങ്ങളൊക്കെ വരിക. അപ്പൊ അത് കേരള ഡെവലപ്മെന്റ് എക്കണോമിക്സിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, കേരള ഇക്കണോമിയിൽ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതും കൃത്യമായിട്ട് നമ്മൾ പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം അവിടെ നിന്നാണ് കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലോട്ട് ചോദ്യങ്ങൾ കൂടുതൽ വരാൻ സാധ്യതയുള്ളത്. അതിൽ കൊടുത്തിരിക്കുന്ന ചില കാര്യങ്ങൾ. അപ്പൊ അതൊന്ന് ലിങ്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. സോ ഇതാണ് എക്കണോമിക്സിന്റെ കാര്യം. എക്കണോമിക്സ് തിയറിയും പഠിക്കാനുണ്ട്, എക്കണോമി ഇൻ പ്രാക്ടിക്കൽ സെൻസിൽ ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന എക്കണോമിയുടെ കോൺസെപ്റ്റും പഠിക്കാനുണ്ട്. ഇത്രയും ടോപ്പിക്സ് പഠിക്കാനുണ്ട് എന്നുള്ളത് ക്ലിയർ ആണോ? വെയിറ്റിംഗ് ഫോർ എ റെസ്പോൺസ്. ക്ലിയർ ആണോ? യാ ഫൈൻ. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. കാരണം ഈ ഇന്ത്യൻ എക്കണോമിയും കാര്യങ്ങളൊക്കെ ബേസിക്കലി ഒരു സിവിൽ സർവീസ് ട്രെയിനർ എന്ന രീതിയിൽ ഞങ്ങളൊക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ടോപ്പിക്കുകളാണ്. അതുകൊണ്ട് വി നോ വാട്ട് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആർ ആക്ച്വലി കമ്മിങ് ഫ്രം ദിസ് പെർട്ടിക്കുലർ ഏരിയ, ഹൗ യു ഷുഡ് പ്രിപ്പയർ എന്നുള്ളതൊക്കെ നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള കാര്യങ്ങളാണ്. മറ്റേത് മൈക്രോ എക്കണോമിക്സ് ആണ്, അത് എക്കണോമിക്സിന്റെ സ്പെഷ്യലിസ്റ്റിന്റെ ടോപ്പിക്കുകളാണ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കുക. അതുകൊണ്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. ഇനി നമ്മൾ പൊളിറ്റിക്കൽ സയൻസിലോട്ട് വരികയാണ്. പൊളിറ്റിക്കൽ സയൻസിൽ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് പൊളിറ്റിക്കൽ സയൻസിന്റെ കോൺസെപ്റ്റും ഇന്ത്യൻ പൊളിറ്റിയും, ആസ് വെൽ ആസ് മറ്റൊന്ന് ഇന്റർനാഷണൽ പൊളിറ്റിക്സിന്റെ കുറച്ച് കാര്യങ്ങളാണ് വരുന്നത്. അപ്പൊ ഇതിൽ നോക്കിക്കുക, പൊളിറ്റിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട് അതിന്റെ മീനിങ്ങും ഇമ്പോർട്ടൻസും അപ്രോച്ചസും നമ്മൾ എക്കണോമിക്സ് പറഞ്ഞ പോലെ ഹിസ്റ്ററി പറഞ്ഞ പോലെ ഫസ്റ്റത്തെ എന്താണ്, ആ ഒരു സബ്ജക്റ്റിനെ മനസ്സിലാക്കലാണ്. മേജർ കോൺസെപ്റ്റ്സ് ഇൻ പൊളിറ്റിക്കൽ സയൻസ്, വാട്ട് ഇസ് സ്റ്റേറ്റ്, വാട്ട് ഇസ് സിവിൽ സൊസൈറ്റി, വാട്ട് ഇസ് സോവറിനിറ്റി. ഇത് നമ്മൾ കോൺസെപ്റ്റിൽ അറിഞ്ഞിരിക്കണം. കാരണം ഫാക്ട് വെച്ചിട്ട് ഇത് കോൺസെപ്റ്റാണ് ചോദിച്ചിരിക്കുന്നത്, എന്നാലും ഇവിടുന്ന് ഫാക്ട് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. കോൺസെപ്റ്റ് ഇങ്ങനത്തെ പരീക്ഷന്റെ പ്രത്യേകത അതാണ്. അതായത് കോൺസെപ്റ്റ് പഠിച്ചിരിക്കണം, പക്ഷെ ഫാക്ട് ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. ഒന്നിന് തിയറി ചോദിക്കും ഫാക്ട് ആയിട്ട്, അല്ലെങ്കിൽ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള ഈ ഐഡിയ പറഞ്ഞിരിക്കുന്ന ആളുടെ പേരെന്ത്, സ്കോളറുടെ പേരെന്ത്, അങ്ങനെ ചോദിക്കും. പൊളിറ്റിക്കൽ കൾച്ചർ, പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ, ഇതെല്ലാം കോൺസെപ്റ്റുകളാണ്. പിന്നെ ഫെഡറലിസം, റൂൾ ഓഫ് ലോ, ഇതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ജുഡീഷ്യൽ റിവ്യൂ, ജുഡീഷ്യൽ ആക്ടിവിസം. ഓക്കെ, HSC എക്സാമിനേഷനിൽ ജുഡീഷ്യൽ ആക്ടിവിസവുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടായിരുന്നു. ജുഡീഷ്യൽ റിവ്യൂ ഉണ്ട്. ഇത് ഏത് ആർട്ടിക്കിൾ ആണെന്ന് പറയാൻ പറ്റുമോ? എനി ആർട്ടിക്കിൾ ഓഫ് വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? എനിവൺ? Judicial review means judiciary has the power to review certain legislations passed in any legislative house like parliament or state legislature. ജുഡീഷ്യറിക്ക് ആ ഒരു നിയമത്തെ റിവ്യൂ ചെയ്തിട്ട് അത് കോൺസ്റ്റിറ്റ്യൂഷനലി വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരമുണ്ട്. അതിനാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗേവ് ദ പവർ ടു ജുഡീഷ്യറി എന്നുള്ളത് അറിയോ ആർക്കെങ്കിലും? വെരി ഗുഡ് അപർണ, മുർഷിദ, വെരി ഗുഡ്. ആർട്ടിക്കിൾ 13 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ആർട്ടിക്കിൾ 13 ആണ് വരുന്നത് കേട്ടോ. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്ക് ചോദിക്കും. ദെൻ റോൾ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് പ്രഷർ ഗ്രൂപ്പ്സ്, ഇത് കോൺസെപ്റ്റ് ആണ്. അതിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് പറയുന്ന സമയത്ത് വാട്ട് ഇസ് സ്റ്റേറ്റ് പാർട്ടി, വാട്ട് ഇസ് എ നാഷണൽ പാർട്ടി, അങ്ങനെ ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം.
പിന്നെ ഡെമോക്രസി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലോട്ട് വരുന്ന സമയത്ത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഡെമോക്രസി നമ്മളുടെ ഡിഫറൻസുകൾ, അതിന്റെ എവല്യൂഷൻ, കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. പാർലമെന്ററി ആൻഡ് പ്രസിഡൻഷ്യൽ സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ പാർലമെന്ററി സിസ്റ്റം ആണ് നമ്മൾ ഫോം ചെയ്യുന്നത്, പ്രസിഡന്റ് സിസ്റ്റം ആണ് അമേരിക്ക ഫോളോ ചെയ്യുന്നത്. രണ്ട് നമ്മളുടെ ഡിഫറൻസും കാര്യങ്ങളും എന്തൊക്കെയാണ്, അത് ടാബുലേഷൻ വെച്ചിട്ട് തന്നെ പഠിക്കണം. കാരണം ദീസ് ആർ സംതിങ് റിലേറ്റഡ് ടു സിവിൽ സർവീസ് ടോപ്പിക്കുകളാണ്. ദെൻ ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിലോട്ട് വരുന്ന സമയത്ത് സാലറിംഗ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, DPST, വർക്കിംഗ് ഓഫ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ്, എ ബ്രീഫ് അനാലിസിസ് ഓഫ് എവറിത്തിങ് എന്നുള്ള പറഞ്ഞിരിക്കുന്നത്. 10ാമത്തെ ഇമ്പോർട്ടന്റ് ആണ് ഹ്യൂമൻ റൈറ്റ്, എസ്പെഷ്യലി UDHR. ഇതെപ്പോഴാണ് വന്നത്? യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. വിച്ച് ഇയർ? യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് സംതിങ് വെരി വെരി ഇമ്പോർട്ടന്റ് ഗൈസ്. അതുള്ളത് കൊണ്ടാണ് ഡിസംബർ 10 എന്ന് പറഞ്ഞു. ബാക്കി വർഷം പറയാൻ പറ്റും. വെരി ഗുഡ്. ഡെഫിനറ്റ്ലി ഡിസംബർ 10. അതുകൊണ്ടാണ് നമ്മൾ അതിനെ മനുഷ്യാവകാശ ദിനമായിട്ട് പറയുന്നത്. In which year actually this UDHR was adopted? ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഇഷ്ടമല്ല അല്ലെ? കമന്റ് കുറവാണ്, അതുകൊണ്ട് ചോദിക്കുകയാണ്. യാ വെരി ഗുഡ് റിജ ജോണി, 1948 കേട്ടോ. അപ്പൊ അത് എനിക്ക് ഞാൻ ചോദിക്കുന്ന വളരെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. പക്ഷെ അത് മാത്രം പോരാ, അതിൽ എത്ര ആർട്ടിക്കിൾസ് വരുന്നുണ്ട്, അതിൽ ഏത് ആർട്ടിക്കിൾ ആണ് ഇന്നതിനെ കുറിച്ച് പറയുന്നത്, അതിലും കുറച്ച് 30 പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് വരുന്നുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ള. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. സംതിങ് ഇമ്പോർട്ടന്റ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര ഈസി ടോപ്പിക് ഒന്നല്ല. കുറച്ച് നമ്മൾ ഇൻഡപ്തിലോട്ട് പോകണം. ഫൈൻ. എന്നാൽ നമ്മളെ കൊണ്ട് പഠിക്കാനും പറ്റും കേട്ടോ. ആ കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൊഡ്യൂൾ 6 വരുന്നത് ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ആണ്. ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ആൻഡ് ഓർഗനൈസേഷൻ. അതിൽ വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ബിഹൈൻഡ് ഡിപ്ലോമസി, ഫോറിൻ പോളിസി. നിങ്ങൾ സിവിൽ സർവീസിൽ നമുക്ക് ഇന്ത്യൻ ഫോറിൻ സർവീസ് എന്ന് പറയുന്ന IFS എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. അത് മെയിൻലി ഇന്റർനാഷണൽ പൊളിറ്റിക്സിന് ഡീൽ ചെയ്യാൻ വേണ്ടിയാ. ഓക്കെ. കളക്റ്റീവ് സെക്യൂരിറ്റി എന്നുള്ള കോൺസെപ്റ്റ് എന്താണ്? ഡിസാർമമെന്റ് ആൻഡ് ആംസ് കൺട്രോൾ. നമ്മള് സ്മൈലിംഗ് ബുദ്ധ എന്ന പേരിൽ 1974 നമ്മൾ ഒരു ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തിയപ്പോൾ ലോകരാജ്യങ്ങൾ നമ്മൾക്കെതിരെ പ്രഷറൈസ് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. നിങ്ങൾ ചിലപ്പം കേട്ടിട്ടുണ്ടാവും. ഒരുപാട് ആംസ് കൺട്രോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗ്രൂപ്പിംഗും ഫോർമേഷൻ ഒക്കെ ഉണ്ടാക്കി. എനിബഡി നോ ദിസ് വൺ? വാട്ട് ഈസ് NSG? അപ്പൊ അങ്ങനത്തെ കുറച്ച് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പൊളിറ്റിക്കൽ കോൺസെപ്റ്റുകൾ നമ്മൾ പഠിച്ചിരിക്കണം. ന്യൂക്ലിയർ സപ്ലൈസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. UNOയുടെ പ്രിൻസിപ്പൽ ഓർഗൻസും ഫംഗ്ഷൻസും. പിന്നെ UNO ഓൾറെഡി നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ കുറച്ച് ഓർഗൻസും ഫംഗ്ഷൻസും റീസെന്റ് ട്രെൻഡും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ന്യൂ ട്രെൻഡ്സ്. ദെൻ ഗ്ലോബലൈസേഷൻ, WTO ഓൾസോ സംതിങ് വെരി ഇമ്പോർട്ടന്റ്. WTO ഇമ്പോർട്ടന്റ് കാരണം WTO UN-ന്റെ ബോഡി അല്ല, സെപ്പറേറ്റ് ബോഡിയാണ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാണ്ട് ശ്രമിക്കുക. ഇതാണ് ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ പഠിക്കാനുള്ളത്. അത്യാവശ്യം പഠിക്കാനുണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് അല്ല ഇതൊന്നും. കാരണം ഇത് ഇന്റർനാഷണൽ പൊളിറ്റിക്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്റർനാഷണലി കണക്ട് ചെയ്യുന്ന പോയിന്റുകളും ഓർഗനൈസേഷൻസും കയറി വരും. ദെൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അതിന് പ്രിൻസിപ്പിൾസ് പഠിക്കുക. ഇത് തിയറിയാ. ബ്യൂറോക്രസി, മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്, ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ന്യൂ പബ്ലിക് മാനേജ്മെന്റ്. അതായത് ഗവേണൻസിന്റെ കുറച്ച് പെർസ്പെക്റ്റീവ് വരുന്നതാ. അതിൽ തന്നെ സിഗ്നിഫിക്കൻസ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും സിഗ്നിഫിക്കന്റ് ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ടോപ്പിക്കിൽ ഏറ്റവും സിഗ്നിഫിക്കന്റ് ഇതാണ്. പരീക്ഷയ്ക്ക് ചോദിക്കും. ഞാൻ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉത്തരം പറയോ? ഒരു ചോദ്യമാണ്, സിമ്പിൾ ചോദ്യമാണ്. ഇന്ത്യയില് 1957 ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ആദ്യമായിട്ട് 3 ടയർ പഞ്ചായത്ത് രാജ് സിസ്റ്റം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്ന് കാണുന്ന പോലെയല്ല, അന്നത്തെ വേറൊരു മെത്തേഡിൽ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഇലക്ഷൻ പ്രപ്പോസ് ചെയ്യുന്ന ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി. ആ ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ആദ്യമായിക്കൊണ്ട് പഞ്ചായത്ത് രാജ് സിസ്റ്റം ഫോം ചെയ്തത് ഏത് സംസ്ഥാനത്തിലാണ്? രാജസ്ഥാൻ. വെരി ഗുഡ്, രാജസ്ഥാൻ. അതിനുശേഷം ഏത് സംസ്ഥാനത്തിലാണ്? എല്ലാവരും രാജസ്ഥാൻ പറയുന്നത് എനിക്കറിയാം, പക്ഷെ അതിനുശേഷം ഏതാണ്? എല്ലാവരും രാജസ്ഥാൻ പഠിച്ചു വെക്കും, പക്ഷെ രണ്ടാമത്തത് ആരും പഠിച്ചു വെക്കത്തില്ല. കുറെ ആൾക്കാര് തമിഴ്നാട് എന്ന് പറഞ്ഞു,
പക്ഷെ ഉത്തരം ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശാണ് ഉത്തരം. അപ്പൊ ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ? യാ, ഇതാണ് എന്റെ ചോദ്യത്തിന്റെ പർപ്പസ്. ഓക്കെ, ദെൻ അടുത്തതാണ് നമുക്ക് കുറച്ച് പൊളിറ്റിക്കൽ തിങ്കേഴ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ലൈക്ക് പ്ലാറ്റോ ഉണ്ട്, അരിസ്റ്റോട്ടിൽ ഉണ്ട്. ഇവർ രണ്ടുപേരുടെ ആശാനായിട്ടുള്ള സോക്രട്ടീസിനെ കാണാനില്ല. ജെ.എസ്. മില്ലുണ്ട്. കാരണം ഒരു കാര്യം പറഞ്ഞുതരാം, പ്ലാറ്റോനെ പഠിക്കുമ്പോഴും അരിസ്റ്റോട്ടിലിനെ പഠിക്കുമ്പോഴും സോക്രട്ടീസ് മെൻഷൻ ചെയ്യാതെ പോകാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കാം. ജെ.എസ്. മില്ലുണ്ട്, റൂസോ ഉണ്ട്. റൂസോയുടെ തിയറി നിങ്ങൾക്ക് അറിയാം, സോഷ്യൽ കോൺട്രാക്ട് തിയറി. കാറൽ മാർക്സ് ഉണ്ട്, ആന്റോണിയോ ഡി ഗ്രാംഷി ഉണ്ട്, ഗാന്ധി ഉണ്ട്. ഇവരുടെയൊക്കെ മേജർ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്? ഇവരുടെ കോട്ട് പഠിച്ചു വെച്ചോണം, ഇവരുടെ തിയറി പഠിച്ചു വെച്ചോണം, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇവരുടെ കറസ്പോണ്ടിങ് കൺട്രിയും പഠിച്ചു വെച്ചോണം. ഇങ്ങനൊക്കെ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കും. തിയറി എന്ന് പറയുന്ന സമയത്ത് വർക്ക് പഠിച്ചു വെച്ചോണം എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക, സംതിങ് ഇമ്പോർട്ടന്റ്. അങ്ങനെ നമുക്ക് അത്യാവശ്യം ഇൻഡപ്തിൽ പഠിക്കേണ്ട ടോപ്പിക്കാണ് പൊളിറ്റിക്കൽ തിങ്കേഴ്സ് എന്നുള്ളത്. എന്നാൽ ഇതൊന്നും രണ്ടാമതൊന്നും അത്ര ഇൻഡപ്തിൽ പഠിക്കേണ്ട, പക്ഷെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ടോപ്പിക് കുറച്ച് പഠിക്കണം. ഓക്കെ, ഞാനിപ്പോ നേരത്തെ നിങ്ങളോട് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി പറഞ്ഞു, എന്നപോലെ അശോക് മേത്ത കമ്മിറ്റി ഉണ്ട്, ജി.വി.കെ. റാവു കമ്മിറ്റി ഉണ്ട്, എൽ.എം. സിംഗ്വി കമ്മിറ്റി ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് 1992, 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് വരുന്നുണ്ട്. അപ്പൊ ആ സമയത്തുള്ള കുറച്ച് ഫാക്ടും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം, എന്നാലാണ് നമുക്ക് പഠനം പരിപൂർണമായിട്ട് കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ നമുക്ക് പൊളിറ്റിയിൽ നിന്നും 2 ടോപ്പിക് പഠിക്കാനുണ്ട്, പൊളിറ്റിക്കൽ സയൻസിൽ നിന്നും. ആ കാര്യം കൂടെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓൾ ക്ലിയർ? പൊളിറ്റിക്കൽ സയൻസ് കഴിഞ്ഞു. അടുത്ത നമ്മൾ ലാസ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാണ്, ദാറ്റ് ഈസ് ജോഗ്രഫി. ജോഗ്രഫിയിൽ എനിക്ക് കുറച്ച് സ്പെഷ്യൽ പോയിന്റുകൾ പറയാനുണ്ട്, ഒന്ന് റെഡി ആയിട്ടിരിക്കുക. വി ആർ ഗോയിങ് ടു ഡിസ്കസ് സംതിങ് വെരി ഇമ്പോർട്ടന്റ് ഫ്രം ജോഗ്രഫി. ആർ യു റെഡി? Murshida, Rija, Mufida, thank you all because you guys are giving continuous response. ഈ സെഷന്റെ ഭംഗിക്ക് നിങ്ങളുടെ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് വളരെ വലുതാണ്. ഓൾ ഗുഡ്. അപർണ, വെരി ഗുഡ്, താങ്ക് യു. ഓക്കെ, അതിന് കുറെ ആൾക്കാർ തംസപ്പ് അടിക്കുന്നുണ്ട്. താങ്ക് യു ഓൾ, താങ്ക് യു ഓൾ. ഓക്കെ, ഇനി പറയുന്ന കാര്യം കേട്ടോ, ജോഗ്രഫി. ഇതാണ് ജോഗ്രഫിയുടെ സിലബസ്. ഞാൻ സിലബസിനെ കുറിച്ച് ഒന്ന് ഭംഗിവാക്കുകൾ ആദ്യം 2 എണ്ണം പറഞ്ഞുതരാം, കാരണം ഭംഗിയിൽ പറയാനുണ്ട്. ഇത് NCERT സിലബസ് ആണ്. ഐ റിപ്പീറ്റ്, നോട്ട് SCERT സിലബസ്. ഇത് NCERT സിലബസ് ആണ്, ആസ് വെൽ ആസ് സിവിൽ സർവീസിന്റെ സിലബസ് ആണ്. അങ്ങനെയുള്ള ഒരു സിലബസ് ആണത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കോംപ്രഹെൻസീവ് ആയിട്ട് ജോഗ്രഫി കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ ഈ ജോഗ്രഫിയുടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് ഞാൻ നിങ്ങളെ ഒരു അപ്രോച്ചിലൂടെ കൊണ്ടുപോകും, നമ്മൾ ഒരുമിച്ച് ചെയ്യുന്ന ഒരു വർക്കിലോട്ട് കൊണ്ടുപോകും. എന്നിട്ട് വെറും ഒരു 15 മിനിറ്റ് കൊണ്ട് നമ്മുടെ സെഷൻ തീരും ഡെഫിനറ്റ്ലി. പക്ഷെ കൃത്യമായിട്ട് കേൾക്കുക ഞാൻ ഇവിടെ എന്താ പറയാൻ പോകുന്നത് എന്നുള്ളത്. അത്രയും നല്ല സിലബസ് ആണ് ജോഗ്രഫി കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ജോഗ്രഫിക്കാരുണ്ടോ? ഒന്ന് കമന്റ് ചെയ്തേ. എനിബഡി ജോഗ്രഫി, ഡിഗ്രി ജോഗ്രഫി എടുത്തവരൊക്കെ? എനിബഡി? ചാൻസ് കുറച്ച് കുറവാണ്, കാരണം ജോഗ്രഫി അങ്ങനെ വല്ലാണ്ട് എടുക്കുന്ന ആൾക്കാരെ ഉണ്ടാക്കാറില്ല. കമ്പയർഡ് ടു ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ജോഗ്രഫിക്കാർ കുറവാണ്. ബിക്കോസ് നമ്മുടെ കേരളത്തിലുള്ള കോളേജുകൾ എണ്ണം കുറവാണ് അത് കൊടുക്കുന്നത്. ആരെങ്കിലും ഉണ്ടോ? നോബഡി. ഉണ്ടെങ്കിൽ ഒന്ന് സന്തോഷത്തോടെ അറിയിക്കട്ടെ, കാരണം അതങ്ങനെയാണല്ലോ അല്ലേ? യാ, ഓക്കെ. അപ്പോ ജോഗ്രഫിയുടെ സിലബസ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം, എന്നിട്ട് നമ്മൾ ഒരു ടാസ്ക് ഒരുമിച്ച് ചെയ്യും. ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഇതിൽ നമുക്ക് ഫിസിക്കൽ ജോഗ്രഫി പഠിക്കാനുണ്ട്, അതർവൈസ് ഇറ്റ് ഈസ് കോൾഡ് ആസ് സംടൈംസ് വേൾഡ് ജോഗ്രഫിയുടെ കോണ്ടന്റ് എന്ന് പറയാറുണ്ട്. ഓക്കെ, ഫിസിക്കൽ ജോഗ്രഫി എന്ന് പറയുന്നത് ജോഗ്രഫിയുടെ ബേസിക് പ്രിൻസിപ്പിൾസും തിയറീസും കയറി വരുന്നതാണ്. അതിനുശേഷം ഹ്യൂമൻ ജോഗ്രഫി ഉണ്ട്, പോപ്പുലേഷനും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട്. പിന്നെ റീജിയൻ ബേസ്ഡ് ആയിട്ടുള്ള ജോഗ്രഫി ഉണ്ട്. ഇത് മൂന്നും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക എന്ന് പറയുമ്പോൾ ദിസ് ഈസ് സംതിങ് വെരി 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 ഇമ്പോർട്ടന്റ്. ജസ്റ്റ് എ സെക്, ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഓക്കെ, സോ നമ്മൾ ജോഗ്രഫി പറയുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് കേട്ടോളൂ. സോളാർ സിസ്റ്റം, ഫസ്റ്റ് വി ഷുഡ് നോ അബൌട്ട് അവർ യൂണിവേഴ്സ്. പിന്നെ നമ്മൾ ഭൂമിയിലോട്ട് എത്താണ്. എന്താണ് ലാറ്റിറ്റ്യൂഡ്, എന്താണ് ലോഞ്ചിറ്റ്യൂഡ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് ടൈം, സീസൺസ്, മാപ്പിന്റെ സ്കെയിലിങ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ ഭൂമിയുടെ സ്ട്രക്ചറിലോട്ട് വരികയാണ്.
സ്ട്രക്ചറിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ സ്ട്രക്ചർ ഓഫ് എർത്ത് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഭൂമിയുടെ അകത്തോട്ട് ഇങ്ങനെ ഇറങ്ങിച്ചെല്ലാണ്. നിങ്ങൾ ചിലപ്പം കേട്ടിട്ടുണ്ടാവും എന്ത് കോർ, മാൻഡിൽ എന്നുള്ള വാക്ക് ചിലപ്പം കേട്ടിട്ടുണ്ടാവും. ദെൻ കോണ്ടിനെന്റ്സ്, ഓഷ്യൻസ്. കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറിയാണ്, ഇത് തിയറിയാണ്. ദെൻ പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറിയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് നമ്മൾ പറയുന്ന എർത്ത് കൊയ്ക്കും പല കാര്യങ്ങളും ഫോർമേഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഭൂമിയുടെ ലാൻഡ്സ്കേപ്പുകൾ മാറുന്നത്. ഇതിനൊക്കെ നമ്മൾ ടെക്നിക്കലി വിളിക്കുന്ന പേരാണ് ജിയോമോർഫോളജി. സിവിൽ സർവീസിന്റെ ടോപ്പിക് ആയതുകൊണ്ടാണ് ഞാൻ ഇത് സിംപിളി പറഞ്ഞു തരുന്നത് കേട്ടോ. ദെൻ റോക്കിന്റെ വെതറിങ്, അതായത് എങ്ങനെയാണ് പൊടിഞ്ഞു പോകുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഇവിടെ ലാൻഡ് ഫോംസ് കണ്ടില്ലേ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ വയനാട്ടിലും മറ്റൊക്കെ പറഞ്ഞ ലാൻഡ് സ്ലൈഡുകൾ കണ്ടില്ലേ മക്കളെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ജിയോമോർഫോളജിയുടെ അകത്ത് കയറി വരും. സംതിങ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇനി അറ്റ്മോസ്ഫിയർ എടുത്ത് നോക്കുന്ന സമയത്ത് കോമ്പോസിഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ വരും, ഡിഫറെന്റ് ടെമ്പറേച്ചർ ലെവലുകൾ വരും, പ്രഷർ ബെൽറ്റുകൾ വരും, വിൻഡുകൾ വരും, അതിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വിൻഡുകൾ വരും, കോണ്ടൻസേഷനും പ്രസിപ്പിറ്റേഷനും, എങ്ങനെയാണ് റെയിൻഫോൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ മൺസൂൺ സീസൺ എപ്പോഴാണ്? ജൂൺ മാസത്തിലാണ്. പക്ഷെ എന്തുകൊണ്ടാ നിങ്ങൾ ആരെങ്കിലും പറ ഏപ്രിൽ മെയ് മാസം മഴ പെയ്യുന്നത് എന്തുകൊണ്ടാ? മഴക്ക് തോന്നിയത് കൊണ്ടൊന്നും പറയരുത് കേട്ടോ. കാലം തെറ്റിയുള്ള മഴക്കാലം, അത് പറയണമെന്നില്ല. അത് മൺസൂൺ കാലഘട്ടത്തിലുള്ള മഴയുടെ തെറ്റുന്നതിനൊക്കെയാണ് പലപ്പോഴും അങ്ങനെ പറയാറുള്ളത്. വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ് ഡ്യൂറിങ് ദ ഹോട്ട് ഡേയ്സ് ഓഫ് ഏപ്രിൽ ആൻഡ് മെയ്? ചൂടുള്ള ദിവസങ്ങളല്ല, ആ സമയത്ത് ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്യാറില്ലേ? ആലോചിച്ചിട്ടുണ്ടോ അങ്ങനെ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയോ? അങ്ങനത്തെ ആദ്യമായിട്ട് കേൾക്കുകയാണെങ്കിൽ അതും പറഞ്ഞു. ബിക്കോസ് വി ക്യാൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രസിപ്പിറ്റേഷൻ ഉണ്ട്, കോണ്ടൻസേഷനും പ്രസിപ്പിറ്റേഷനും ഉണ്ട്. ഒന്ന് പറഞ്ഞാലല്ലേ എനിക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുതരാൻ പറ്റുള്ളൂ. ഇങ്ങനെ ചിന്തിക്കേണ്ട ടോപ്പിക്കുകൾ ജോഗ്രഫിയിൽ ഉണ്ട് എന്നുള്ളത്. നമ്മൾ സിംപ്ലി ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്നതിനേക്കാൾ അപ്പുറത്തോട്ട് കോൺസെപ്റ്റിൽ പഠിക്കേണ്ട ടോപ്പിക്കുകളാണ്. നിങ്ങൾ ആരും മിണ്ടുന്നില്ല, നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉത്തരം കൺവെക്ഷണൽ റെയിൻഫോൾ എന്ന് പറയുന്ന റെയിൻഫോൾ ഉണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, മേജർ ഓഷ്യൻസ് ആൻഡ് ദയർ ക്യാരക്ടറിസ്റ്റിക്സ്, ടൈഡ്സ് ആൻഡ് കറന്റ്സ്. വേലിക്കയറ്റം, വേലിയിറക്കം, ഓഷ്യാനിക് കറന്റ് മൂവ്മെന്റുകൾ, അതിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ എങ്ങനെയാണ്, സദേൺ ഹെമിസ്ഫിയറിൽ എങ്ങനെയാണ്, തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം ജോഗ്രഫി പഠിക്കേണ്ടത് മാപ്പ് ബേസ്ഡ് ആയിരിക്കണം. നമ്മുടെ ഫാക്കൽറ്റി ഉണ്ട്, സിവിൽ സർവീസിന്റെ ട്രെയിനർ ആയിട്ടുള്ള ഫാക്കൽറ്റി ആയിരിക്കും നിങ്ങൾക്ക് ഇത് മാപ്പ് വെച്ചിട്ടും ഒക്കെ നിങ്ങളെ പഠിപ്പിച്ചു തരുന്നത്. കൃത്യമായിട്ട് കോൺസെപ്റ്റും കാര്യങ്ങളെല്ലാം നിങ്ങളെ പഠിപ്പിച്ചു തരും, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നോട്ട്സ് എല്ലാം തരും. അങ്ങനെ സിവിൽ സർവീസിന്റെ ഫാക്കൽറ്റി വെച്ചിട്ടാണ് നമ്മൾ ഇത് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ കോൺസെപ്റ്റും കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ്. അങ്ങനത്തെ ഒരു ടീച്ചിങ് പ്രോസസ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാക്കൽറ്റി. ദെൻ ഹ്യൂമൻ ആൻഡ് റീജിയണൽ ജോഗ്രഫി. ഹ്യൂമൻ ജോഗ്രഫി ഞാൻ പറഞ്ഞു പോപ്പുലേഷൻ ബേസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. വേൾഡ് പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ, മൈഗ്രേഷൻ, സെറ്റിൽമെന്റ്, ഇതൊക്കെ കോൺസെപ്റ്റുകളാട്ടോ. പക്ഷെ ഇത് പഠിച്ചിരിക്കണം, ക്ലൈമാറ്റിക് റീജിയൻസ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്നത്. ഇന്ത്യയിലുള്ളത് ട്രോപ്പിക്കൽ ക്ലൈമറ്റാ, അതേസമയത്ത് മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് ഉണ്ട്, ചൈനീസ് ക്ലൈമറ്റ് ഉണ്ട്, പല ക്ലൈമറ്റുകളുണ്ട്. അപ്പൊ അങ്ങനത്തെ ക്ലൈമാറ്റിക് റീജിയൻസ് എന്ന് പറയുന്നത് അത് സിംപ്ലി കോൺസെപ്റ്റലി പഠിക്കണം. ഇവിടുന്ന് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. ദെൻ ടൈപ്സ് ഓഫ് അഗ്രികൾച്ചർ ഇൻ ദ വേൾഡ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അയൺ ഓർ ആൻഡ് കോൾ ഇൻ ദ വേൾഡ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അയൺ, കോൾ, ബോക്സൈറ്റ്, മൈക്ക, ആറ്റോമിക് മിനറൽസ് ഇൻ ഇന്ത്യ. അതായത് ഇവിടെ ഒരേ സമയത്ത് നമുക്ക് വേൾഡിലുള്ള ടോപ്പിക്കും പഠിക്കാനുണ്ട്, ഇന്ത്യയിലുള്ള ടോപ്പിക്കും പഠിക്കാനുണ്ട്. പ്ലസ് കേരളത്തിലുള്ള ജോഗ്രഫിയും നമ്മൾ കുറച്ച് അറിഞ്ഞിരിക്കണം. അങ്ങനെ വിശാലമായിട്ടുള്ള സിലബസ് ഉണ്ട് ആക്ച്വലി ജോഗ്രഫിക്ക്. ഓക്കെ, ഇന്ത്യയിലോട്ട് വരുന്ന സമയത്ത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ഇൻ ദ വേൾഡ്, അയൺ ആൻഡ് സ്റ്റീൽ, കോട്ടൺ ടെക്സ്റ്റൈൽസ്. പിന്നെ നോക്കിക്കേ, ഇന്ത്യ ഉണ്ടോ, ഫിസിയോഗ്രഫി ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഡ്രെയിനേജ് സിസ്റ്റം, ക്ലൈമറ്റ് സിസ്റ്റം, സോയിൽ സിസ്റ്റം, ഫോറസ്റ്റ്, ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ് ലൈക്ക് പോപ്പുലേഷൻ ഇൻ ഇന്ത്യ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അഗ്രികൾച്ചർ ഇൻ ഇന്ത്യ, ഇറിഗേഷൻ മെത്തഡോളജീസ് ആൻഡ് പ്രൊജക്ട്സ് ഇൻ ഇന്ത്യ. അങ്ങനെ ഇന്ത്യൻ ടോപ്പിക്സ് ഒരുപാട് പഠിക്കാനുണ്ട്. ദെൻ അതിന്റെ കൂട്ടത്തിൽ ജോഗ്രഫി ഓഫ് കേരള എന്ന് പറയുന്നതുണ്ട്. അത്യാവശ്യം വലിയ ടോപ്പിക്കാണ് ജോഗ്രഫി. എന്നോട് നിങ്ങൾ ചോദിക്കുകയാണ്, സർ ഹിസ്റ്ററി ആണോ, പൊളിറ്റിക്കൽ സയൻസ് ആണോ, എക്കണോമിക്സ് ആണോ, ജോഗ്രഫി ആണോ ഏറ്റവും വലുത് വെച്ച് ഞാൻ ഡെഫിനറ്റ്ലി പറയും ജോഗ്രഫി ആണെന്നുള്ളത്. കാരണം ഓരോ വാക്കും അത്രയും ഇൻഡെപ്തിൽ പഠിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ടോപ്പിക്. ഇൻഡെപ്ത് പോകേണ്ട എന്നുള്ളത് PYQ അനാലിസിസിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ പഠിപ്പിച്ചു തരും. പക്ഷെ ഏറ്റവും കൂടുതൽ സബ് ടോപ്പിക്കുകൾ ആർക്കാണ്? ജോഗ്രഫിക്കാണെന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. ഇത് നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ടാസ്കിലോട്ട് പോവാണ്, ഒരൊറ്റ ടാസ്കിലോട്ട് പോവാണ്. ആ ടാസ്കിലോട്ട് പോകുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് ഇത് ഏകദേശം ഒരു പിക്ചർ കിട്ടിയിട്ടുണ്ടോ, സിലബസിനെ കുറിച്ച് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടോ, എത്രമാത്രം പഠിക്കാൻ ഒരു ധാരണ കിട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ആയിട്ട് ഒന്ന് അറിയിക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കഷനിലോട്ട് പോകാം. ഓക്കെ,
സോ ഏകദേശം നമ്മൾ കഴിഞ്ഞ 1 മണിക്കൂറിന്റെ അടുത്തായിട്ട് സിലബസ് മുഴുവനും ഡിസ്കസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഞാൻ നിങ്ങളെ കൊണ്ട് ആ സിലബസിനെ ഞാൻ ഒന്നും കൂടെ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യിപ്പിക്കുകയാണേ. ഒന്ന് ശ്രദ്ധിക്കണേ. ഇവിടെ നമ്മൾ പറഞ്ഞു, ഓക്കെ, നമ്മൾ ഇവിടെ എന്ത് പറഞ്ഞു? ഇവിടെ നമുക്കൊരു 30 ടോപ്പിക്സ് പറഞ്ഞു. ഒന്ന് എഴുതി വെച്ചോട്ടോ, 30 ടോപ്പിക്കായേ. ഇവിടെ വേൾഡ്, ഞാൻ ലെറ്റ് മീ യൂസ് അനദർ കളർ ഫോർ ദിസ് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. നിങ്ങൾക്ക് എത്ര സബ് ടോപ്പിക് പഠിക്കാനുണ്ടെന്നുള്ളതാണ്. 30 ടോപ്പിക് നമ്മൾ അവിടെ പറഞ്ഞു. വേൾഡ് ഹിസ്റ്ററി എന്ന് മാത്രം ഇത് ഒരു ടോപ്പിക്കാണ്. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20 ടോപ്പിക് ഇവിടെയുണ്ട്. വേൾഡ് ഹിസ്റ്ററി എന്ന് പഠിക്കാനുണ്ട്. ഒന്ന് എഴുതി വെച്ചു. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു പിക്ചർ തരാണ് പെട്ടെന്ന് പറഞ്ഞു പോകാൻ വേണ്ടി. 30 ടോപ്പിക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, 20 ടോപ്പിക് ഇവിടുന്ന്. 30 + 20 50 ഞാൻ ആ 2 ടോപ്പിക് ഒഴിവാക്കിയിട്ടുണ്ട്. റിനൈസൻസും ഫ്രീഡം മൂവ്മെന്റും ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്, കാരണം നമുക്ക് സെപ്പറേറ്റ് പഠിക്കാനുള്ളതുകൊണ്ട്. ഇനി അടുത്ത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25. ഇത് തന്നെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. 9, 26. ഇതൊരു 26 ടോപ്പിക്ക് നിങ്ങൾക്ക് ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കാനുണ്ട്. നിങ്ങളതൊരു 30 റൗണ്ട് ചെയ്തോ. ഞാൻ പറയാൻ കാരണം, റിനൈസൻസ് ഇൻ കേരളയും നാഷണൽ മൂവ്മെന്റ് ഇൻ കേരളയും അത്യാവശ്യം ഞാൻ പഠിക്കാണ്ട്, എസ്പെഷ്യലി ഫോർമേഷൻ ഓഫ് കേരള സ്റ്റേറ്റും ഐക്യ കേരള കൂടെ കയറി വരുമ്പോൾ നല്ലപോലെ പഠിക്കാനുള്ള ടോപ്പിക്. കാരണം കേരള PSCയുടെ സ്ഥിരം ടോപ്പിക്കാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ 30 ടോപ്പിക്ക് ഇവിടുന്ന് പഠിക്കാനുണ്ട്. അപ്പൊ എത്രയായി? 30, 20, 50, 80 ടോപ്പിക്കായി ഇപ്പൊ ടോട്ടല്. 80 ടോപ്പിക്ക് ഇപ്പൊ ടോട്ടലായി കേട്ടോ. ഇനി എക്കണോമിക്സിലോട്ട് വരുന്ന സമയത്ത് ഫസ്റ്റ് എക്കണോമിയുടെ കോൺസെപ്റ്റ്, തിയറീസ്, ഇലാസ്റ്റിസിറ്റി, നാഷണൽ ഇൻകം കോൺസെപ്റ്റ് കുറച്ച് പഠിക്കാനുണ്ട്. ഇന്റർനാഷണൽ ട്രേഡ്, ബാങ്ക് അത്യാവശ്യം പഠിക്കാനുണ്ട്. പിന്നെ കുറച്ച് എക്കണോമിക്സിന്റെ കുറച്ച് ടൂൾസ് ഓഫ് അനാലിസിസും പഠിക്കാനുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8. ഇതിൽ 8 ടോപ്പിക് ഉണ്ട്. ഞാനത് റൗണ്ട് ചെയ്തിട്ട് 10 വെക്കുകയാണേ. ഇനി ഇത് ഇന്ത്യൻ എക്കണോമിയിലോട്ട് വരുന്ന സമയത്ത് ഓവർവ്യൂ ഓഫ് ഇന്ത്യൻ എക്കണോമി നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എക്കണോമിക് പ്ലാനിങ് പഠിക്കണം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇവിടെ ഒരു 10 ടോപ്പിക് ഉണ്ട്. അപ്പൊ എക്കണോമിക്സ് നിങ്ങൾക്ക് ഒരു 20 ടോപ്പിക് പഠിക്കാനുണ്ട്, ഏറ്റവും ചുരുങ്ങിയത്. എക്കണോമിക്സ് മാത്രം 20 ടോപ്പിക്. അപ്പൊ എത്രയായി? 100 ടോപ്പിക്സ് ആയി കേട്ടോ. 100 ആയേ. പൊളിറ്റിക്കൽ സയൻസ് നിങ്ങൾ ഇവിടെ 8 ടോപ്പിക് കൊടുത്തിട്ടുണ്ട്. ഈ 8 എണ്ണം മാത്രം പോരാ. ഒന്ന് തിയറീസിന്റെ കാര്യം. ഏറ്റവും കൂടുതൽ ഇവിടെ പഠിക്കാനുള്ളത് ഫണ്ടമെന്റൽ റൈറ്റ്സും DPSPയും, പിന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സൈലന്റ് ഫീച്ചേഴ്സും, ഡെമോക്രസിയുടെ കാര്യം, UDHR-ഉം, ഇങ്ങനത്തെ കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമുക്ക് എന്തായാലും ഇതൊരു 10 ടോപ്പിക് കൊടുക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് 110 ആയി. പിന്നെ ഇവിടെ നോക്കിക്കേ, 1, 2, 3, 4, 5, 6, 7. ഇത് 2 ടോപ്പിക് കൊടുത്താൽ മതി. കാരണം ഒന്ന് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, മറ്റൊന്ന് ഇ ഗവേണൻസിന്റെ പുതിയ ടൂളുകളാ. 7, 8, 9, 10, 11, 12, 13, 14. ഇതൊരു 15 ടോപ്പിക് കൊടുത്തോ. അപ്പൊ 125 ടോപ്പിക്കായേ. സോഫാർ 125 ടോപ്പിക്കായി. അയ്യോ, ഇതാണ് ഏറ്റവും വലുത്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഓരോന്നും നിങ്ങൾക്ക് ഓരോന്ന് കൊടുക്കാൻ പറ്റും. എന്തായാലും ഞാൻ ഇതൊന്നും കൊടുക്കും. 1, 2, 3, 4, 5. തിയറീസ് 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25. 25 ടോപ്പിക്സ് ഞാൻ കൊടുത്തത് ഹെഡിങ് വെച്ചിട്ടാ, അതിന്റെ സബ് ടോപ്പിക് വെച്ചിട്ടല്ല. അപ്പൊ 25 ടോപ്പിക്സ് ഇതും പഠിക്കാനുണ്ട്. അപ്പൊ എത്ര ടോപ്പിക് പഠിക്കാനുണ്ട് നിങ്ങൾക്ക്? 150 ടോപ്പിക്സ് നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് പഠിക്കാനുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. HSC എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടിട്ട് 150 ടോപ്പിക്സ്.
ആ 150 ടോപ്പിക്സ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രം 150 ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞാൽ 100 മാർക്കിന് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും, ഡെഫിനറ്റ്ലി പറ്റും, പറ്റായ്മയൊന്നുമില്ല. പക്ഷെ നമ്മൾ കൃത്യമായിട്ട് എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എത്ര ഇൻഡെപ്തിൽ പഠിക്കണം എന്നുള്ള കാര്യമാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഞാനിപ്പോ ഇന്ന് മെയിൻലി ചെയ്തിട്ടുള്ള സിലബസ് ഡിസ്കഷൻ ആണ്. സിലബസ് ഡിസ്കഷൻ നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുകയാണ്. കൂട്ടത്തിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാളാണ് എങ്കിൽ ഈ 150 ടോപ്പിക്സ് ആ സമയത്ത് ഇരുന്ന് പഠിക്കുന്നതല്ല ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനോട്ടുള്ള പ്രിപ്പറേഷൻ വേണ്ടത്. ഐ റിപ്പീറ്റ്, ഇത് നിങ്ങൾ BEd എക്സാമിനേഷൻ ചെയ്യുകയല്ല, സെറ്റ് എക്സാമിനേഷനും നെറ്റ് എക്സാമിനേഷനും പോലെ ക്വാളിഫിക്കേഷൻ നേടിയെടുക്കുകയല്ല, മറിച്ച് ഗവൺമെന്റ് ജോബിലോട്ടുള്ള നിങ്ങളുടെ റാങ്ക് ഉറപ്പിക്കുകയാണ്. അപ്പൊ അതിന് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം, ബിക്കോസ് യു ഹാവ് നെഗറ്റീവ് മാർക്സ്. അപ്പൊ നമ്മൾ കൃത്യമായിട്ടുള്ള 3 സ്റ്റെപ്പ് വേണം. എന്ത്? എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള കോണ്ടന്റ് നമ്മൾ പഠിച്ചിരിക്കണം, ലേണിംഗ് വേണം, പ്ലസ് അതിന് കൃത്യമായിട്ട് നമുക്ക് ടൈം ബേസ്ഡ് റിവിഷൻ ചെയ്തിരിക്കാൻ പറ്റണം, പ്ലസ് നമുക്ക് ഇതിനനുസരിച്ചുള്ള മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യാൻ പറ്റണം. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ വിജയിക്കുള്ളൂ. ഐ റിപ്പീറ്റ്, അത് നിങ്ങൾ കോച്ചിങ് എടുത്തിട്ടാണെങ്കിലും സെൽഫ് സ്റ്റഡി ചെയ്യുകയാണെങ്കിലും ദാറ്റ്സ് യുവർ ചോയ്സ്, അത് നിങ്ങളുടെ ചോയ്സാ. പക്ഷെ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകളുടെ എണ്ണം വലുപ്പം ഞാൻ പറഞ്ഞു തന്നു. പാർട്ട് എയിൽ 3 ടോപ്പിക് ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെത്തഡോളജി ഓഫ് ടീച്ചിങ് ആണ്. പാർട്ട് ബിയിൽ നമുക്ക് 8 യൂണിറ്റുകൾ പഠിക്കാനുണ്ട് എന്നുള്ളത്. അപ്പൊ ആ ഒരു ബോധവും കാര്യം എപ്പോഴും നിങ്ങളുടെ പ്രിപ്പറേഷനിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അത് എന്തായാലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണെന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. നമ്മൾ HSIക്ക് വേണ്ടിയിട്ട് ക്രിസ്റ്റലിന് ഞാൻ പറഞ്ഞു നമ്മളൊരു കോഴ്സ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അത് ഇന്നാണ് നമ്മൾ ആ കോഴ്സ് ലോഞ്ച് ചെയ്യുന്നത്. ആ ഒരു വിവരവും സന്തോഷവും നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളുടെ കോഴ്സ് ഫീ 5000 രൂപയാണ് വരുന്നത്. HSI സോഷ്യൽ സയൻസ് 4999 രൂപ. അതിൽ ജനറൽ പേപ്പറും ഹിസ്റ്ററിയും എക്കണോമിക്സും പൊളിറ്റിക്കൽ സയൻസും എല്ലാം നമ്മൾ കവറപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. പക്ഷെ ഇന്ന് ക്രിസ്റ്റലിന്റെ 3rd ആനിവേഴ്സറിയും ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് നമ്മൾ അതിലൊരു സ്പെഷ്യൽ ഓഫർ കൊടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ് നിങ്ങൾക്ക് ജസ്റ്റ് 3999 രൂപക്ക് പഠിക്കാം എന്നുള്ളതാണ്. അതും 4 ഇൻസ്റ്റാൾമെന്റോട് കൂടെ 4 മാസമായിട്ട് പേയ്മെന്റ് നടത്തിയാൽ മതി. നിങ്ങൾ ആരെങ്കിലും HSA സോഷ്യൽ സയൻസ് പഠിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ്, അതായത് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ജസ്റ്റ് 500 രൂപ അടച്ചാൽ മതി. ബാക്കി നിങ്ങൾ ഇന്ന് അടച്ചതിന് ശേഷം അടുത്ത മാസം ഇതേ ഡേറ്റിൽ 1266 അടക്കുക, വീണ്ടും അടക്കുക. അങ്ങനെ 4 മാസത്തെ സമയമുണ്ട്. കാരണം നമ്മൾ നിങ്ങൾക്ക് 4 മാസം കൊണ്ട് തന്നെ ഈ HSA സോഷ്യൽ സയൻസിന്റെ കോഴ്സ് ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് തരും. അപ്പൊ 4 മാസം കഴിഞ്ഞിട്ടായിരിക്കും ഒരു പക്ഷെ നോട്ടിഫിക്കേഷൻ വരുന്നത്. നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് പഠിച്ച് സെറ്റ് ആക്കാനും പറ്റും. നമ്മൾ കോംപ്രഹെൻസീവ് ആയിട്ട് ക്ലാസ്സസ് എടുക്കും, PDF നോട്ട്സ് തരും, മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും, PYQ ഡിസ്കഷൻസ് ഉണ്ടായിരിക്കും. ദിസ് ഇസ് എ ഫാക്കൽറ്റി പൂൾ. 5 ഫാക്കൽറ്റീസ് നയിക്കുന്ന ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓരോന്നും സബ്ജക്ട് എക്സ്പേർട്സ് ആണ്. എക്കണോമിക്സ് ആണ്, ജോഗ്രഫി ആണ്. ഞാൻ ഹിസ്റ്ററിയിലെയും പൊളിറ്റിക്കൽ സയൻസിലെയും ചില ഭാഗങ്ങൾ എടുക്കും. ഇവര് രണ്ടുപേരും നിങ്ങൾക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ കുറച്ച് കാര്യങ്ങളും ബാക്കിയുള്ള ഹിസ്റ്ററിയിലെ കോണ്ടന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരും. അങ്ങനെ നമുക്ക് 5 ഫാക്കൽറ്റീസിന്റെ ടീം അനുസരിച്ചിട്ടുള്ള ഒരു ഓഫർ ഇന്ന് രാത്രിത്തേക്ക് മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് ഓരോരുത്തർ പറയാനുള്ളത്, ഇത് ഇൻഡിപെൻഡൻസ് ഡേ ആസ് വെൽ ആസ് ക്രിസ്റ്റലിന്റെ 3rd ആനിവേഴ്സറി ഓഫറാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഗ്രൂപ്പില് നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് ക്രിസ്റ്റലിന് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷനിലാണ് കോഴ്സസിന്റെ ലൈവ് ക്ലാസ്സസും റെക്കോർഡ് ക്ലാസ്സസും വീഡിയോസും ടെസ്റ്റും എല്ലാം ലഭിക്കുന്നത്. അതെല്ലാം കിട്ടുന്ന ഒരു ലിങ്ക്, നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ട ലിങ്ക് നിങ്ങൾക്ക് വരും. ഒറിജിനൽ പ്രൈസ് നമ്മൾ 7500 വെച്ചിരുന്നത്. പക്ഷെ നമ്മളൊരു കാര്യം തീരുമാനിച്ചു, HSA ക്രിസ്റ്റലിൽ ജോയിൻ ചെയ്യുന്ന പിള്ളേർക്ക് വെറും 4999 രൂപക്ക് ജോയിൻ ചെയ്യാം. ബട്ട് ഇന്ന് ജോയിൻ ചെയ്യുന്നവർക്ക് വെറും 3999 രൂപ പേയ്മെന്റ് അടച്ചാൽ മതി. അതും ജസ്റ്റ് ബൈ പേയിങ് 500 റുപ്പീസ്, 500 രൂപ പേയ്മെന്റ് അടച്ചിട്ട് എന്നുള്ളത്. അതിന് പുറമെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് തന്നെ ഇത് പഠിക്കാനും പറ്റും. അപ്പൊ നിങ്ങൾ ഇപ്പോൾ ഒറ്റയടിക്ക് പേയ്മെന്റ് ഫുൾ അടക്കണം എന്ന് ഒരു നിർബന്ധമില്ല. നമ്മൾ അടുത്ത ആഴ്ച ഇതിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അടുത്ത ബുധനാഴ്ചയാണ് നമ്മൾ ലൈവ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഈ ഓഫർ ഇന്നത്തേക്ക് മാത്രമേ ഉള്ളൂ. നാളെ വന്നിട്ട് ആ ഓഫറിൽ തരുമെന്ന് ചോദിക്കരുത്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പില് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലിങ്കും ഡീറ്റെയിൽസും വരുന്ന സമയത്ത് ജോയിൻ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഓഫീസ് നമ്പറുമായിട്ട് വിളിച്ച് കോൺടാക്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എനി ഡൗട്ട് ഇൻ ദിസ് വൺ? എല്ലാ കാര്യങ്ങളും നമ്മൾ കോംപ്രഹെൻസീവ് ആയിട്ട് കവർ ചെയ്യും. ഓക്കെ. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കാൻ പോവുകയല്ല. അത് ഖാദർ കമ്മിറ്റി മാത്രമല്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കുക, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം കൂടിയാണ്. പക്ഷെ അത് 2025-26 ശേഷം മാത്രമാണ് വരിക. അതിനു മുമ്പ് നടക്കാവുന്ന അവസാനത്തെ എക്സാമിനേഷൻ ആയിരിക്കും HSA എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോ ഖാദർ കമ്മിറ്റി നടപ്പിലാക്കി എന്ന് വിചാരിക്കുക.
അല്ലെങ്കിൽ വേറെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വെച്ച് നടപ്പിലാക്കാന്ന് വിചാരിക്കാം. നിലവിൽ വാക്കൻസീസ് ഉണ്ട്, അല്ലെങ്കിൽ നിലവിൽ ഇത് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും എക്സാമിനേഷൻ നടത്തിയേ പറ്റൂ. സിലബസ് ഇത് തന്നെ ആയിരിക്കും. പക്ഷെ എക്സാമിനേഷന്റെ ഒരു പോസ്റ്റും കാര്യങ്ങളും ചില വേരിയേഷൻ ഒരു പക്ഷെ വന്നേക്കാം. ഫോർ എക്സാമ്പിൾ HSC എക്സാമിനേഷൻ കഴിഞ്ഞു, ഇനി HSC എക്സാമിനേഷൻ ആയിട്ട് ഉണ്ടാവില്ല, ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള എക്സാമിനേഷൻ വരിക. അത് പുതിയ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരമുള്ളതും ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. സോ ഡോണ്ട് വറി അബൌട്ട് സച്ച് കൈൻഡ് ഓഫ് തിങ്സ് ആസ് ഓഫ് നൗ. ഇതെന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം ഈ പോസ്റ്റ് നിലനിൽക്കുന്ന കാലത്തോളം. ഇതാണ് കാര്യം. അപ്പൊ നമുക്ക് ഒരു വർഷത്തേക്ക് 15 മാസത്തെ നിങ്ങൾക്ക് ആക്സസ് ഉണ്ട് കേട്ടോ. ആ കാര്യം കൂടി പറഞ്ഞുതരാം. അതായത് ഒരു വർഷവും 3 മാസം 15 മാസത്തേക്കുള്ള നിങ്ങൾക്ക് ആക്സസും കാര്യങ്ങളെല്ലാം ഉണ്ട് ആപ്ലിക്കേഷൻ വഴി ആയതുകൊണ്ട്. അപ്പൊ കൃത്യമായിട്ട് പഠിക്കുന്നവർക്ക് ഉടനെ തന്നെ ജോയിൻ ചെയ്യാം. ദിസ് ഈസ് അവർ ഫസ്റ്റ് ബാച്ച്. നമ്മൾ ഈ ബാച്ചിൽ നമ്മൾ ഉള്ള കുട്ടികളെ വെച്ചിട്ട് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഒരിക്കലും പ്രിപ്പറേഷൻ ലേറ്റ് ആക്കണ്ട എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. 4 മാസത്തെ ഒരു സ്കെഡ്യൂളിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതെല്ലാം കവറപ്പ് ചെയ്യുകയും ചെയ്യും. കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഫുൾ കോഴ്സസ് ആണ്. നിങ്ങൾക്ക് PDF ക്ലാസ് നോട്ട്സ് കിട്ടും, മോക്ക് ടെസ്റ്റുകൾ പീരിയോഡിക്കൽ ഉണ്ടാവും, PYQ ഡിസ്കഷൻസ് ഉണ്ടാവും, അതിൽ ലൈവ് സെഷൻസ് ഉണ്ടാവും, റെക്കോർഡ് സെഷൻസ് ഉണ്ടാവും. എല്ലാം ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് കിട്ടും. അതിന് നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഇന്ന് August 15 ഇൻഡിപെൻഡൻസ് ഡേ ഓഫർ ആസ് വെൽ ആസ് ക്രിസ്റ്റലിന്റെ 3rd ആനിവേഴ്സറി ആണ്. ഓക്കെ, അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഓഫർ മാത്രമാണ്. എക്സാം എന്നാണ് ഉണ്ടാവുക എന്നുള്ളതിന്റെ കറക്റ്റ് നമുക്ക് വിവരമില്ല. പക്ഷെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 6 മാസത്തിനുള്ള എക്സാമിനേഷൻ നടക്കുന്നുള്ളതാണ്. കാലാവസ്ഥ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഏകദേശം നോട്ടിഫിക്കേഷൻ ഡിസംബറിൽ വന്നേക്കാം, അല്ലെങ്കിൽ ജാനുവരിയിൽ വന്നേക്കാം എന്നുള്ളതാണ് പ്രബലമാക്കപ്പെട്ട അഭിപ്രായം. PSC വർക്ക് ചെയ്യാത്ത സ്ഥിതിക്ക് എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാൻ പറ്റത്തില്ല. ബട്ട് ദാറ്റ്സ് എ ട്രെൻഡ് ആസ് ഓഫ് നൗ വി ക്യാൻ സീ എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ എന്റെ ചോദ്യവും ഉത്തരം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ കൃത്യമായിട്ട് HSC എക്സാമിനേഷൻ വരുന്ന സമയത്ത് പ്രിപ്പറേഷൻ നടത്തി എക്സാമിനേഷൻ എഴുതാൻ ഉദ്ദേശിക്കുന്ന ആളാണോ? പഠിച്ചു തുടങ്ങിക്കോ. എന്തിനാ നിങ്ങൾ നോട്ടിഫിക്കേഷന് കാത്തു നിൽക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും 4 മാസം കൊണ്ട് വളരെ കൃത്യമായിട്ട് ടൈം ബൗണ്ടഡ് ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾ റെഡി ആണെങ്കിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ഗ്രൂപ്പിൽ അതിന്റെ കറസ്പോണ്ടിങ് കോഴ്സ് ലിങ്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും. അത് മാക്സിമം യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും, ആപ്ലിക്കേഷൻ വഴി തന്നെ അതിന്റെ കറസ്പോണ്ടിങ് റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടാവും. ഇൻ കേസ് ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ യു ക്യാൻ യൂസ് ദിസ് റെക്കോർഡഡ് സെഷൻ ആസ് വെൽ. കാരണം നിങ്ങൾ പലരും പല തിരക്കുള്ള ആൾക്കാരായിരിക്കാം. ഓക്കെ, പക്ഷെ ഗ്രൂപ്പിൽ തരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്ഡേറ്റ്സുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം.